മോശ എന്ന ഭക്തനായ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞ 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത്. ഒന്ന്, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണം. 2, ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. 3, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം. 4, തിരു സാന്നിധ്യം എൻ്റെ കൂടെ പോരണം. അതീവ ഗൗരവമുള്ള, നമുക്ക് കേട്ടാൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്നു എങ്കിലും ഭക്തനായ മോശ ദൈവത്തോട് പറഞ്ഞ 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നിന്റെ വഴി എന്നെ പഠിപ്പിക്കണം. നിന്റെ വഴി എന്നെ അറിയിക്കണം. ഇന്ന് രാത്രി വഴി അറിയാവുന്നവരെല്ലാം കൂടെ ഒരു സ്തോത്രം പറഞ്ഞ്. ഇവിടെ ആരുമില്ല, അതൊരു അനുഗ്രഹമാണ്. സ്തോത്രം. ചിലരുടെയൊക്കെ പാപം കണ്ടാൽ അവർക്ക് എല്ലാ വഴിയും അറിയാമെന്നുള്ള ധാരണയിലാണ്. സ്തോത്രം. പക്ഷെ ഇവിടെ മരുഭൂമിയിലെ വഴികൾ 40 വർഷം നടന്ന് പഠിച്ചൊരു മനുഷ്യനാണ്. നമ്മുടെ കൂട്ട് കാറിൽ പോയി പഠിച്ചല്ല, 40 വർഷം നടന്ന് പഠിച്ച മനുഷ്യനാണ് മോശ. ദൈവം തുറക്കുന്ന വഴികൾ കണ്ണുകൊണ്ട് കണ്ട മനുഷ്യനാണ്. ചെങ്കടലിനടിയിൽ ഒരു 6 വരി പാത ഉണ്ടായിരുന്നെന്ന് ആത്മാവി കണ്ട മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളെല്ലാം ചെങ്കടലിൽ വഴി തുറന്നു കഴിഞ്ഞാണ് ആ വഴി കണ്ടത്. പക്ഷെ മോശ ആ വഴി ജനം കാണുന്നതിന് മുമ്പേ, കാറ്റടിച്ച് കടൽ 2 ആകുന്നതിന് മുമ്പേ ആഴത്തിൽ ഒരു വഴി മറഞ്ഞിരിപ്പുണ്ടെന്ന് വെളിപ്പാടി കണ്ട മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അത്രയും വെളിപ്പാടുള്ള മനുഷ്യൻ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ ദീർഘദൂരം യാത്ര ചെയ്ത് സീനായുടെ താഴ്വരയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പം ദൈവത്തോട് പറയാണ്, നീ വഴി എന്നെ വീണ്ടും. പ്രൈസ് ദി ലോർഡ്. പാതി വഴി എത്തിയ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. യാത്രയുടെ പാതി വഴി എത്തിയ ഒരു മനുഷ്യൻ പെട്ടെന്ന് തന്റെ വഴി സ്റ്റക്കാകുന്നത് പോലെ, അടയുന്നത് പോലെ തനിക്ക് തോന്നി. അപ്പൊ തന്റെ പ്രാർത്ഥനാ വിഷയം, ദൈവമേ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. ഈ 2ാമത്തെ രാത്രിയിൽ ദൈവിക വഴി അറിയാൻ കൊതിച്ചു വന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പല വഴികളും നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെന്നിരിക്കും. ഒരു മനിനായ ചെറുപ്പക്കാരൻ, അതിന്റെ പേര് ക്ലിബ് ബോറസ് എന്നാണ്. ക്ലിബ് ബോറസ്, നല്ല യൗവനക്കാരൻ, വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ, ഒത്തിരി തിരക്കുള്ള ആ ചെറുപ്പക്കാരൻ, ഭാര്യയുമായിട്ട് ആലോചിച്ച് നമ്മൾ ഈ തിരക്കെല്ലാം ഒന്നൊഴിഞ്ഞ് ഒരു ഗ്രാമത്തിൽ പോയി 2 ആഴ്ച താമസിക്കുക. സ്വസ്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആരംഭം. ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. അവരങ്ങനെ ഇന്നത്തെ കൂട്ട് ഓൺലൈൻ ബുക്ക് ചെയ്യാനൊന്നും ഒക്കത്തില്ലാത്ത കാലത്ത് ഒരു ഗ്രാമത്തിലെ ഹോട്ടൽ അന്വേഷിച്ചു. അവിടെ അവർക്ക് അവസരം കിട്ടി. ദീർഘദൂരം യാത്ര ചെയ്ത് വളരെ ത്യാഗം സഹിച്ച് അവരെ ഗ്രാമത്തിച്ചു. ഹോട്ടലുകാർ 5 മണിയായപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഹോട്ടലിൽ 6 മണി വരെ താമസിക്കാനൊക്കത്തുള്ളൂ. 6 മണി കഴിഞ്ഞാൽ ഇവിടെ ആരെയും ഞങ്ങൾ താമസിപ്പിക്കാറില്ല, അതുകൊണ്ട് ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു. തികച്ചും അപരിചിതമായ ഒരു ഗ്രാമത്തിൽ അടുത്ത ദിവസം വിവാഹം കഴിഞ്ഞ നവദമ്പതികളായ ഈ പ്രിയപ്പെട്ടവർ എവിടെ പോകാനാ?
പക്ഷെ കണ്ണിച്ചോരയില്ലാത്ത ഈ ഹോട്ടലുകാര് ഇവരെ ഇറക്കി വിട്ടു. ഇവരെ ഗ്രാമത്തിനൊരു കടത്തിണ്ണയിൽ നല്ല സ്നോ പെയ്യുന്ന സമയം തണുത്ത് വിറച്ച് ആ രാത്രി കഴിച്ചു കൂട്ടുമ്പോൾ അതുവഴി ഒരു മാന്യനായ അല്പം ധന മെച്ചമുള്ള ഒരു മനുഷ്യൻ കടന്നു വന്നു. തണുത്തു വിറച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഈ മനുഷ്യൻ സമീപിച്ച് എന്തു പറ്റി? അവരവരുടെ സങ്കടസ്ഥിതിയെല്ലാം പറഞ്ഞു. കുഴപ്പമില്ല, നിങ്ങൾ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഒരിക്കലും പരിചയമില്ലാത്ത ഈ മനുഷ്യൻ്റെ കൂടെ അവർ വീട്ടിൽ ചെന്നു. അദ്ദേഹം തനിക്കുള്ള സൗകര്യത്തിൽ അവർക്ക് താമസിക്കുവാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഒരു യൂത്ത് ക്യാമ്പ് അടുത്ത 3 ദിവസങ്ങളുണ്ട്. ബില്ലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് പ്രസംഗിക്കാനായിട്ട് വരുന്നത്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വൈകിട്ടത്തെ ക്യാമ്പിൽ വരാമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹവും ഭാര്യയും മരിച്ചു വെറുതെ ഈ പെരയ്ക്കാതിരിക്കുന്നതിനെക്കാട്ടി ഭേദമാണല്ലോ എന്ന് വിചാരിച്ച് ഈ പാർക്കാൻ അവസരം തന്ന മാന്യനായ മനുഷ്യന്റെ കൂടെ യൂത്ത് ക്യാമ്പിന് പോയി. അന്ന് രാത്രി പ്രസംഗിച്ചത് നല്ല യൗവനക്കാരനായ ആത്മാവിന്റെ നിറവിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ബില്ലി എന്ന ചെറുപ്പക്കാരനാണ്. ആ രാത്രി യോഗം കേട്ടു. യോഗം കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ താല്പര്യമുള്ളവര് എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ചെന്ന് കയറിയ ഈ ക്ലീവ് ബോറീസും തൻ്റെ നവവധുവായ ഭാര്യയും കൂടെ എഴുന്നേറ്റ് തന്നു. ബില്ലി എന്ന ചെറുപ്പക്കാരൻ അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിച്ചു. അവരതിനൊന്നും പോയതല്ല, അവര് ഹണിമൂൺ ആഘോഷിക്കാൻ പോയതാണ്. പക്ഷെ കാര്യങ്ങൾ ചരിത്രം മാറുകയാണ്. പിന്നീട് ലോകപ്രശസ്തി ആർജിച്ച ബില്ലി ഗ്രഹാം, അന്ന് ബില്ലി എന്ന് മാത്രം അറിയപ്പെട്ട ബില്ലി ഗ്രഹാമായിരുന്നു ആ പ്രസംഗകൻ. അദ്ദേഹത്തിന്റെ കൂടെ ഏതാണ്ട് 185 രാജ്യങ്ങളിൽ ബില്ലി ഗ്രഹാമിന്റെ സന്തത സഹചാരിയായി 75 വർഷം 1945 മുതൽ 75 വർഷം കർത്താവിന്റെ വേലയ്ക്ക് ഈ ദമ്പതികളെ ദൈവം ഉപയോഗിച്ചു. വഴിമാറുന്ന വിധങ്ങൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ നിന്ന് സ്വസ്ഥതയുള്ളൊരു ഗ്രാമത്തിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ നവദമ്പതികൾ കടന്നുപോയത് ഒരിക്കലും കർത്താവിന്റെ വേലക്കാരാകാൻ പോയതല്ല. പക്ഷെ അവരുടെ ഹോട്ടൽ അന്ന് അടച്ചതിനൊരു സ്വോത്രം പറഞ്ഞേ, അവരെ വൈകിട്ട് 6 മണിക്ക് ഇറക്കി വിട്ടതിന് സ്വോത്രം പറഞ്ഞേ, ഏതെങ്കിലും വഴി അടയുന്നെങ്കിൽ, ഏതെങ്കിലും വാതിൽ നിന്റെ മുമ്പിൽ കൊട്ടി അടയുന്നെങ്കിൽ അതിന്റെ എല്ലാം പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഈ രാത്രി വിശ്വസിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം, കർത്താവേ നിന്റെ വഴി എന്നെ അറിയിക്കണം. കൊതിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ആ കരം തമ്പുരാനൊന്ന് കണ്ടോട്ടെ. ഹല്ലേലൂയ. 80 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ് ഇപ്പം ദൈവത്തോട് പറയുന്നത്, നിന്റെ വഴി എന്നെ അറിയിക്കണം. പ്രൈസ് ദി ലോർഡ്. പോരാ, നിന്റെ തേജസ് എന്നെ കാണിക്കണം. പോരാ, എനിക്ക് നിന്നെ ഒന്ന് അടുത്ത് അറിയണം. ഓ, ഈ രാത്രിയിൽ സേവിക്കുന്ന ദൈവത്തെ, ആരാധിക്കുന്ന ദൈവത്തെ, നമ്മെ ഇത്രത്തോളം കരം പിടിച്ചുയർത്തിയ ദൈവത്തെ എനിക്കൊന്നുകൂടെ ഒന്ന് അറിയണം എന്ന് കൊതിക്കുന്ന എത്ര പേരുണ്ട്? ആത്മാർത്ഥമായിട്ട് കരം പൊക്കണം. ഇന്ന് രാത്രി ദൈവം നീ അറിയാൻ ആഗ്രഹിച്ചാൽ, ഹല്ലേലൂയ, ഈ ദൈവത്തെ എനിക്കൊന്നുകൂടെ അറിയണമെന്ന് ആഗ്രഹിച്ചാൽ നിന്നെ അറിയിക്കാൻ തയ്യാറുള്ള ദൈവമാണ്. ഓ, ലോകം കണ്ട ഏറ്റവും വലിയ ശ്രദ്ധേയനായ സുവിശേഷകൻ, ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു, ആ പേര് പോലും ഉച്ചരിക്കാൻ നമ്മൾ യോഗ്യരല്ല. പൗലോസ് ലീഗ എന്നുള്ള പേര് പറയാൻ പോലും ഇന്നത്തെ ഉപദേശിമാരും യോഗ്യരല്ല.
അത്ര വലിയ മനുഷ്യൻ, അത്ര വലിയ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന് വേണ്ടി കഷ്ടത, പട്ടിണി, ആപത്ത്, ചമ്മട്ടി, ചാട്ടവാറിന്റെ അടി, കല്ലേറ്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കൂട്ടു സഹോദരന്മാരുടെ ആപത്ത്, കല്ലേറ് പലവട്ടം, ഒന്നുകുറയെ 40 അടി 5 വട്ടം. ഇതൊക്കെ നമുക്ക് പ്രസംഗിച്ചു വിടാൻ എളുപ്പമാണ്. കുതിരപ്പുറത്ത് വന്നവനെ അതേ വഴിയെ കൂടെ കൊട്ടയ്ക്കകത്തെടുത്തോണ്ട് പോയി. നിങ്ങൾ മിണ്ടുന്നില്ല. വന്നത് സുവിശേഷ വേലയ്ക്ക് കുതിരപ്പുറത്ത്, പോയതൊരു വള്ളിക്കൊട്ടയ്ക്കകത്ത് ചുമന്നുകൊണ്ട്. ആ സ്ഥിതി വന്ന മനുഷ്യന്റെ പേരൊന്നും പറയാൻ നമ്മളാരും യോഗ്യരല്ല കേട്ടോ. അവൻ 3-ാം സ്വർഗം വരെ പോയവനാ. തന്റെ ജീവിത സായാഹ്നത്തിൽ താൻ പറയാണ്, എനിക്ക് എന്റെ കർത്താവിനെ ഒന്നുകൂടെ അറിയണം. ഓ ഹല്ലേലൂയ. ഇതുവരെ അറിഞ്ഞ അറിവുകളല്ല, ഇതിനപ്പുറത്ത് എനിക്ക് എന്റെ കർത്താവിനെ ഒന്നുകൂടെ അടുത്തറിയണം. ഹല്ലേലൂയ. അറിഞ്ഞാ പോരാ, എനിക്ക് അവനിൽ ഇരിക്കണം. ഇന്ന് രാത്രി എത്ര പേര് ഈ ഉപവാസപ്രതെ കൊതിക്കുന്നുണ്ട്, എനിക്ക് എന്റെ കർത്താവിൽ ഒന്ന് ഇരിക്കണമെന്ന്. പോരാ, എനിക്കിനിയും കഷ്ടാനുഭവം പ്രസംഗിക്കാൻ വയ്യ. പ്രസംഗിച്ച് ഞാൻ മടുത്തു. ഞാനല്ല പൗലോസേ. എനിക്കിനി പ്രസംഗിച്ചാൽ പോലെ എനിക്ക് അവന്റെ കഷ്ടാനുഭവം ഒന്ന് അനുഭവിക്കണം. എന്തോ ഒരു താല്പര്യ. ക്രൂശീകരണം പ്രസംഗിച്ച് വരച്ചു കാണിക്കുന്ന ആളാണ്, നമ്മുടെ കൂടെ ഒന്നുമല്ല. ഗലാത്യ സഭയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ വരച്ചു കാണിച്ചിരിക്കേ. ഇപ്പൊ പ്രസംഗം കഴിയുമ്പോ എല്ലാവരുടെയും അകത്ത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ പടം വരച്ചു വെക്കും. അത്ര വാക്ചാതുരിയുള്ള മനുഷ്യൻ പറയാണ്, ഇനി പ്രസംഗമല്ല, എനിക്ക് ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്കൊന്ന് അനുഭവിക്കണം. പോരാ, എനിക്ക് അവന്റെ മരണത്തോടൊന്ന് അനുരൂപപ്പെടണം. അതും പോരാ, എനിക്ക് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയണം. ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തി അനുഭവിച്ചറിയാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ച് എനിക്കറിയണം. ഓ രക്തത്താലെ വചനത്താലെ ജയം. ഹല്ലേലൂയ. ധന്യനായ മോശ പറയുകയാണ്, എന്റെ ദൈവമേ, എനിക്ക് നിന്നെ ഒന്ന് അറിയണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ മറ്റൊന്നും എനിക്ക് സാധിച്ചില്ലെങ്കിലും എന്റെ കർത്താവിനെ എനിക്കൊന്ന് അറിയണം എന്ന് കൊതിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ. നിശ്ചയമായിട്ടും നീ ഇതുവരെ അറിഞ്ഞതിനപ്പുറത്ത് നമുക്കൊരു പക്ഷെങ്കിൽ, ഞാൻ ഇന്നലെ ഇവിടെയാണോ എവിടെയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഈ ദൈവത്തെ വിളിക്കുന്നവനുമുണ്ട്, ദൈവം വിളിക്കുന്നവനുണ്ട്. ഇവിടെ പറഞ്ഞാണോ? അല്ല. ഈ ദൈവത്തെ വിളിക്കുന്നവന് കുറെ അത്ഭുതങ്ങൾ കാണും. അവന്റെ ചൊറി മാറും, പനി മാറും, ക്യാൻസർ മാറും, ട്യൂമർ മാറും, ലുക്കേമിയ മാറും, വൈറൽ ഫീവർ മാറും, ഹാർട്ട് അറ്റാക്ക് മാറും, ബ്രെയിൻ ട്യൂമർ മാറും. അവന്റെ കൊച്ചിന് OIT കിട്ടും, അവന്റെ കൊച്ച് IITs പാസ്സാകും, അവന്റെ കൊച്ച് അയർലൻഡിൽ പോകും, അവൻ വീട് വെക്കും, അവൻ കാർ മേടിക്കും, അവൻ ലാൻഡ് ക്രൂയിസറെ കൂടി ഇതുവഴി ഓടും. നിങ്ങൾ മിണ്ടുന്നില്ല. ദൈവത്തെ വിളിക്കുന്നവൻ കുറെ അത്ഭുതങ്ങൾ കാണും. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അവന്റെ കൊച്ചിന്റെ കല്യാണം നടക്കും, അവൻ നാട്ടിൽ സ്ഥലം മേടിക്കും, അവന്റെ ബാങ്കിന്റെ ജപ്തി മാറും, അവന്റെ കടം വീടും. ഇതെല്ലാം ആർക്ക് കിട്ടും? ദൈവത്തെ വിളിക്കുന്നവന്. പക്ഷെ ദൈവം വിളിച്ചവനുണ്ട്. ദൈവം വിളിച്ചവൻ അത്ഭുതം കാണുകയല്ല, അവനൊരു അത്ഭുതം ആകും. നല്ല കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാത്രി ദൈവത്തെ വിളിച്ചാൽ നിനക്ക് കുറെ വിടുതൽ കിട്ടും. പക്ഷെ ദൈവം വിളിക്കുന്നവൻ ഇന്ന് രാത്രി ഒരു അത്ഭുതമായി മാറുമെന്ന് ഉറപ്പുള്ളവര് ഇതിനകത്ത് ദൈവത്തെ ആരാധിച്ചേ. നീ ഒന്ന് ആഗ്രഹിച്ച്, എനിക്കൊരത്ഭുതമാകണം. ഈ ഉപവാസം ഞായറാഴ്ച കർത്തൃമേശയുടെ ആശീർവാദം പറയും മുമ്പേ നീ ഒരു അത്ഭുതമാകണം. നിന്റെ കുടുംബം ഒരു അത്ഭുതമാകണം. നിന്റെ തലമുറ ഒരു അത്ഭുതമാകണം.
നിന്റെ മിനിസ്ട്രി ഒരു അത്ഭുതമാകണം. ഈ രാത്രി ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. നീ ഒരു അത്ഭുതമായി മാറാൻ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആത്മാവിന്റെ ഒരു പകർച്ച ഇന്ന് രാത്രിയിലോ ദൈവത്തെ വിളിക്കുന്നവന്റെ മുഖത്തൊരു പ്രകാശം വരും. അവന്റെ മുഖത്തൊരു വെളിച്ചമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കി ഒരു പ്രകാശമുണ്ട്. സ്തോത്രം. അത് ഈ ലൈറ്റിന്റെ ഒന്നുമല്ല, ദൈവത്തെ വിളിക്കുന്നതിന്റെ ഗുണമാണ്. പക്ഷെ ദൈവം വിളിച്ചവന്റെ മുഖം പ്രകാശിക്കും. രണ്ടും ഭയങ്കര വ്യത്യാസമാണ്. ദൈവത്തെ വിളിക്കുന്നവന്റെ മുഖത്ത് എന്തോ വരും? ഒരു പ്രകാശം വരും. ഞാൻ എതിരുമല്ല. പക്ഷേ ദൈവം വിളിക്കുന്നവന്റെ മുഖം പ്രകാശിക്കും. അവനെ കണ്ടപ്പോ താഴെ നിന്ന് ജനം പറഞ്ഞു, മുഖത്തൊരു തുണി ഇട്ടോളാൻ പറഞ്ഞു. അത് ബ്യൂട്ടി പാർലറിലെ സൗന്ദര്യമല്ല. നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞില്ല. അത് ആർട്ടിഫിഷ്യൽ അല്ല, അത് ആ സാന്നിധ്യത്തിൽ നിന്ന് പകർന്നതാ. ഈ ഉപവാസം കഴിയുമ്പോൾ സാന്നിധ്യത്തിൽ നിന്ന് വെളിപ്പെട്ട ഒരു വെളിച്ചം നിന്റെ മുഖത്തടിക്കണം. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് നിനക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചെന്ന് ലോകമറിയണം. വിശ്വസിക്കുന്നവർ കരം നന്നായിട്ട് അടിച്ചു രാത്രി ആത്മനിറവിൽ. Praise the Lord. മോശ ഏറെ പ്രതികൂലത്തിൽ കൂടെ വളർന്നു വന്നൊരു ദൈവ പൈതലാണ്. മോശയുടെ അമ്മയുടെ പേര് യാക്കോബേത്ത് എന്നാണ്. 3 മാസം ഈ അമ്മ ഈ കുഞ്ഞിനെ സംരക്ഷിച്ചു. സംരക്ഷിക്കാൻ കാരണം ഇവിടെ കാതിൽ ഒരു ദൂതുണ്ട്. അവിടെ വല്യപ്പൻ കേട്ട ദൂത് എന്നാണെന്നറിയാമോ? 4ാം തലമുറക്കാരൻ വാഗ്ദത്ത കനാലിലേക്ക് മടങ്ങി വരും എന്ന് മക്കളില്ലാതിരിക്കുന്ന കാലത്ത് വല്യപ്പൻ കേട്ടൊരു ദൂത് ഈ അമ്മയുടെ കാതിലുണ്ട്. അപ്പൊ എനിക്ക് ജനിക്കാൻ പോകുന്ന 3ാമത്തെ കുഞ്ഞ് 4ാം തലമുറക്കാരനാണെന്ന് അമ്മയ്ക്കറിയാം. ജനിച്ച കുഞ്ഞിനെ കുറിച്ചോ ജനിക്കാൻ പോകുന്ന കൊച്ചിനെ കുറിച്ചോ ഒരു വെളിപ്പാടുള്ള എത്ര അമ്മമാർ ഇവിടെ ഉണ്ട്? തെറ്റിദ്ധരിക്കല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന ഒത്തിരി സന്തോഷം നമുക്കുണ്ട്. വീട്ടിലവരെ കമ്പ്യൂട്ടർ കളിക്കാനൊക്കെ ഇരുത്താതിഞ്ഞ് പോകുന്നത് കൊണ്ടുവന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. ഞായറാഴ്ച വരെയും കൊണ്ടുവരണം. എൻ്റെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ പ്രാർത്ഥിക്കണം. ഈ ഉപവാസം തീരുന്ന ശനിയാഴ്ച സ്നാനപ്പെടാത്ത എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം സ്നാനം എന്താണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ എണ്ണീച്ച് നിന്നിട്ട് പറയണം, പാസങ്ങളെ എനിക്ക് സ്നാനപ്പെടണം. ഇങ്ങോട്ട് പറയണം, അങ്ങോട്ട് പറയല്ല. എന്നിട്ട് ശനിയാഴ്ച സ്നാനം നടക്കണം എന്നൊക്കെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. സ്നാനപ്പെടും മുമ്പ് തന്നെ എൻ്റെ കുഞ്ഞിനെ അഭിഷേകത്താൽ എല്ലാവരും പറഞ്ഞേ, ആത്മാഭിഷേകത്താൽ നിറയ്ക്കാൻ പ്രാർത്ഥിക്കണം. നിന്റെ കുഞ്ഞിൽ ദൈവം ചെയ്യാൻ പോകുന്ന വിടുതൽ നീ ഇപ്പൊ കാണണം. അങ്ങനെ എഴുതിയേക്കുന്നത് മോശക്കുഞ്ഞ് ദിവ്യ സുന്ദരൻ എന്ന് വാക്ക് നിങ്ങൾ പറഞ്ഞേ. ആരും ഒന്നും മിണ്ടുന്നില്ല.
കുഞ്ഞു സുന്ദരനെന്ന് പറ ചുട അമ്മ കണ്ടു. അച്ചാനെ പറിച്ചു വെക്കുക എന്നല്ല അമ്മ കണ്ടേ, അമ്മാച്ചനെ പറിച്ചു വെച്ചേക്കുക എന്നല്ല കണ്ടേ. നിങ്ങൾ മിണ്ടുന്നില്ല. ജനിച്ച കുഞ്ഞിൽ ഒരു ഡിവൈൻ ബ്യൂട്ടി ഉണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന അമ്മ കണ്ടു. നല്ല സ്വോത്രം ഈ രാത്രി പറയണം. നിന്റെ തലമുറയിലെ ഡിവൈൻ ബ്യൂട്ടി കാണാൻ, ദിവ്യ തേജസ് കാണാൻ ഈ രാത്രി നിന്റെ കണ്ണുകൾ തുറക്കണം. ഏറ്റെടുക്കുന്നവരെ ആരാ? നിന്റെ തലമുറയിൽ ചെയ്യാൻ പോകുന്ന ദൈവത്തിന്റെ കരുതല്. അപ്പൊ അമ്മ തീരുമാനിച്ചു ഇവനെ സൂക്ഷിക്കണം, ഇവനെ സൂക്ഷിക്കണം. അതിന് അമ്മയുടെ കയ്യിൽ അന്നുള്ള സാമ്പത്തികത്തിന്റെ ലെവല് വെച്ച് ഒരു പെട്ടകം അമ്മ ഉണ്ടാക്കി. പെട്ടകം ഉണ്ടാക്കുമ്പോൾ നാട്ടുകാർ ചോദിച്ചു, എന്തിനാ ഇതുണ്ടാക്കുന്നേ? യാക്കോബത്തെ എന്തിനാ ഇതുണ്ടാക്കുന്നേ? ഉത്തരം, എൻ്റെ ഇപ്പം ജനിച്ച കുഞ്ഞ് സൂക്ഷിക്കപ്പെടേണ്ടവനാ, അവനെ നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കേണ്ടവനല്ല. അതുകൊണ്ട് അമ്മ എന്ന നിലയിൽ ചുമ്മാ മുലപ്പാൽ കൊടുത്താൽ പോരാ, അവനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എൻ്റെ കൂടെ വരണ എല്ലാവരുമേ, അമ്മ എന്ന നിലയിൽ എനിക്കൊരു ദൗത്യമുണ്ട്. അവനെ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അതിന് ഒരു പെട്ടകം വേണം. അതിനകത്ത് ലോകത്തിന്റെ മാലിന്യം കയറാതിരിക്കാൻ പശ തേക്കണം. അതിനകത്ത് നൈൽ നദിയിലെ വെള്ളം കയറാതിരിക്കാൻ കീല് തേക്കണം. ഇന്ന് രാത്രി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ നീ ഈ രാത്രി ഒരുക്കണം. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കാതെ ദൈവത്തെ ആരാധിക്കണം. നിന്റെ തലമുറയിൽ ഒരു ഡിവൈൻ ബ്യൂട്ടി കാണാൻ. ഹല്ലേലൂയ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഇതൊന്നും അപ്പൻ അറിയുന്നില്ല. അറിയാത്ത അപ്പന്റെ കുഴപ്പമല്ല, അയാൾ അടിമപ്പണി ചെയ്യുക. പറവോന് സംഭാര നഗരങ്ങൾ പണിയാൻ പോകുന്നു, കൊച്ചിനെ നോക്കാൻ പോകുന്നു. ഇനി പക വയ്യോളം പണിതാൽ അയക്ക് കിട്ടുന്നത് ചാട്ടവാറിന്റെ അടിയും ചിറ്റുള്ളിയും ചീരയും പടവലങ്ങായി. ഇറച്ചിക്കാലം കണ്ടോണം മണം പിടിച്ച് കഴിച്ചോണം. കഴിക്കാൻ അനുവാദമില്ല. എൻ്റെ കൂടെ പറഞ്ഞേ. അതുകൊണ്ട് അയക്ക് കൊച്ചിനെ നോക്കാനെന്നുള്ള സമയമില്ല. പക്ഷെ അമ്മ, സ്തോത്രം, ഒളിച്ചു വെക്കാമെന്നതിന്റെ പരിധി വരെ എന്ത് ചെയ്തു? ഒളിച്ചു വെച്ചു. സ്തോത്രം പറയണം. ഒന്നുകൂടെ ഞാൻ താണ് പറഞ്ഞ, സൂക്ഷിക്കപ്പെടാവുന്ന ആ സമയം വരെ അമ്മ എന്ത് ചെയ്തു? അത് കഴിഞ്ഞാൽ പിന്നെ ഒരു അമ്മയ്ക്ക് സൂക്ഷിക്കാൻ ഒക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ബോൺമിറ്റായും ബൂസ്റ്റും കോർലിക്സും പാൽപ്പൊടിയും മേടിച്ചു കൊടുത്തൊന്നും കാര്യം നടക്കത്തില്ല. നിന്റെ വീട്ടിൽ ജനിച്ച ഡിവൈൻ ബ്യൂട്ടിയുള്ള കുഞ്ഞ് പിശാചിന്റെ കയ്യിൽ അകപ്പെടരുത്. അതിനെ അകപ്പെടാതെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വലിയ ചുമതല നിനക്ക്. അത് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ നീ പ്രാർത്ഥനയുടെ ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്. ഉപവാസത്തിന്റെ പശ തേക്കണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരാധനയുടെ കീല് പുരട്ടണം. ഈ രാത്രി വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കൂ. നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതിനെ നീ സൂക്ഷിക്കാൻ തയ്യാറാകണം. ഒന്നുകൂടെ പറഞ്ഞാൽ, ജനിച്ച 3 മക്കളിലും ഒരു ശുശ്രൂഷ അമ്മ കണ്ടു. ഒരുത്തിന് IAS, ഒരുത്തിന് IPS, പിന്നെ ഒരുത്തിന് MD. അത് വല്ലതും ഒന്നും കണ്ടേ? അല്ല. നമ്മുടെ മാക്സിമം കാഴ്ചപ്പാട് ഇവിടം വരെ ഉണ്ട്. ഒന്ന് BSc നേഴ്സ്, എല്ലാവരും കൂടെ എന്നെ കൊണ്ടെല്ലാം പറയിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ നമ്മുടെ വെടിക്കെട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവനെ കൂണ് പോലെ മുടിയും വളർത്തി മേടിച്ചു കൊടുത്ത പാൻറ് 16 മുറിച്ചും വെച്ച് അത് കീറിപ്പറിച്ച് അവൻ പന്നിക്കൂട്ടിൽ നിന്ന് വരുവാൻ നമുക്ക് തോന്നും. മറ്റവൻ ഓൾറെഡി പന്നിക്കൂട്ടിൽ നിന്ന് വന്നത്, പക്ഷെ ഇവനുള്ള പാൻറ് പന്നിക്കൂട്ടിൽ നിന്ന് വരുന്ന പോലെ ആക്കി. നിങ്ങൾ മിണ്ടുന്നില്ല. പുറത്തൊരു ഡ്രാഗന്റെ പടം. ഹലോ, തെറ്റിദ്ധരിക്കല്ലേ. ഈ പ്രായമുള്ളവരെ ശുശ്രൂഷയ്ക്ക് വിളിച്ച ഇങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ ഇട്ടു, നൈൽ നദിയിൽ.
നൈൽ നദിയുടെ പ്രത്യേകത, അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഞാങ്ങണകളുടെ അടിയിൽ ദുഷ്ടജന്തുവുണ്ട്. എന്തുകൊണ്ട്? ദുഷ്ടജന്തുക്കൾ പതിയിരിക്കുന്ന ഞാങ്ങണയുടെ ഇടയിലാണ് ആരെ കൊണ്ടിട്ടേ? മോശയെ കൊണ്ട് ഇട്ടേച്ച അമ്മ അങ്ങ് വീട്ടിൽ പോയി നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. അങ്ങനെ പലരും പ്രസംഗിക്കുന്നത് അങ്ങനല്ല സത്യം. മോളെ പറഞ്ഞു, നീ നോക്കിക്കോണം എന്താ സംഭവം, ദൈവം എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോണം, നോക്കി നിൽക്കണം. പക്ഷെ മമ്മി പ്രാർത്ഥിക്കാൻ പോവാ. കൊച്ചിനെ ആറ്റിയിട്ടേച്ച് അമ്മ വീട്ടിൽ പോയി കഞ്ഞി എറിയും വെക്കുമല്ലായിരുന്നു, അമ്മ ഡ്യൂട്ടിക്കും പോയേക്കുമല്ലായിരുന്നു. അമ്മ നേരെ പ്രാർത്ഥിക്കാൻ പോയി. പെങ്ങളോട് പറഞ്ഞു, ദൈവം ചെയ്യുന്നത് നീ കണ്ടോണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. ഒരു ഭാഗത്ത് തള്ളയുടെ പ്രാർത്ഥന, മറുഭാഗത്ത് സൂക്ഷിക്കുന്ന ഒരു പെങ്ങൾ. എന്തോ വീട് നിങ്ങൾ ഓർത്ത് നോക്കി. കുടുംബത്തിന്റെ അകത്ത് തലമുറകൾ ശോഭിക്കപ്പെടണമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ ടോട്ടൽ ചിന്താഗതികൾക്ക് ഒരു മാറ്റം ഉണ്ടായിട്ട് നീ ദൈവത്തോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്റെ വഴി എന്നെ പഠിപ്പിക്കണമേ. ഓ ഹല്ലേലൂയ. കൊച്ചിനെ കൊണ്ടിടുന്നതിന് അരമണിക്കൂർ മുമ്പേ പറവോന്റെ മോക്ക് വന്നിട്ട് പാരുന്നു. കൊച്ച് ഒഴുകിപ്പോയി കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞ് പറവോന്റെ മോക്ക് വരാമായിരുന്നു. നമുക്ക് സമയം തെറ്റിയാലും ദൈവത്തിന് സമയം തെറ്റത്തില്ല. നല്ല ഹല്ലേലൂയ പറയണം. നിന്റെ തലമുറയെ കുറിച്ച് നിന്റെ കണക്ക് തെറ്റിയാലും, നിന്റെ കണക്കൂട്ട് തെറ്റിയാലും ദൈവത്തിന്റെ കണക്ക് തെറ്റത്തില്ലെന്ന് ഈ രാത്രി വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ ഒരു പ്രവചന ദൂത ഏറ്റെടുത്ത് ഈ രാത്രി ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന്റെ സമയം തെറ്റത്തില്ല. ഈ ജനിച്ചത് ദൈവകൃപയുള്ളതാണെങ്കിൽ 3-ാം മാസം മുതൽ രാജകീയ സാലറി മേടിച്ച കൊച്ചൻ വളരുന്നത്. പറഞ്ഞേ, നീ ചെയ്യുന്ന ഓവർ ഡ്യൂട്ടി ഒന്നും കൊച്ചിന് വേണ്ട. രാജപുത്രി പറഞ്ഞു, ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി വളർത്തണം. ഈ പെങ്ങളു കൊച്ചിന്റെ പരിജ്ഞാനം ഭയങ്കര കേട്ടോ, ഭയങ്കര പരിജ്ഞാനമുള്ള പെങ്ങളാ. 10 വയസ്സേ ഉള്ളൂ. എത്ര വയസ്സാ എല്ലാവരും പറഞ്ഞേ? മോശക്കുഞ്ഞിന് 3 മാസം ഉള്ളപ്പോൾ പെങ്ങളും മിരിയാമിന് എത്ര വയസ്സുണ്ട്? 10 വയസ്സുണ്ട്. 10 വയസ്സുള്ളൊരു കൊച്ച് ആരാധനയ്ക്ക് വന്നാൽ മാക്സിമം ചെയ്യുന്നത് വേദോത്സവത്തിൻ്റെ പേജിനകത്ത് പേന കൊണ്ട് വരച്ചുകൊണ്ടിരിക്കും. നാട്ടിലൊക്കെ ആണെങ്കിൽ പായിട്ടാണെങ്കിൽ പായുടെ വള്ളി വലിച്ച് പറിച്ചുകൊണ്ടിരിക്കും. അല്ലെ അടുത്തിരിക്കുന്ന കൊച്ചിനെ ചൂണ്ടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട പ്രായമാണ്. എത്ര വയസ്സ്? 10 വയസ്സ്. പ്രൈസ് ദി ലോർഡ്. ഇനി ആ കൊച്ചിനോട് സ്വോത്രകാഴ്ച എടുക്കാൻ നമ്മൾ പറഞ്ഞാൽ പോലും കൊച്ചിണ്ണീക്കത്തില്ല. കാരണം അതിനതൊക്കെ ഒരു പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ കൊച്ച് രാജകുമാരി വന്നിരിക്കുമ്പോൾ രാജകൽപ്പനയെ അമ്മ എതിർത്തേക്കുവാ. 3 മാസം ഒളിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമോ? അക്കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ ഈജിപ്ഷ്യൻ ചക്രവർത്തിയുടെ കൽപ്പനയെ ലംഘിച്ചേക്കുവാ. അടി വീട്ടിൽ വരുന്ന കേസാ. രാജ്യത്തിന്റെ നിയമം തെറ്റിച്ചേക്കുവാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ കൊച്ചു ഓടിച്ചെന്നിട്ട് പറയാണ്, ഈ കുഞ്ഞിനെ പാല് കൊടുത്ത് വളർത്താൻ ഞാനൊരു മിസ്രൈമ്യ ദാസിയെ കൊണ്ടുവരട്ടെ. നമ്മുടെ കൊച്ചാണ് എന്നെ പറഞ്ഞേനെ, എൻ്റെ മമ്മിയെ വിളിച്ചോണ്ട് വരുന്നല്ലേ പറയുന്നത്. അല്ല, ന്യായമായിട്ട് എന്തായിരിക്കും? ഞാൻ പോയി എൻ്റെ മമ്മിയെ, ആ കൊച്ചിൻ്റെ ലോജിക്ക് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? എൻ്റെ അമ്മയാണെന്നോ എൻ്റെ ആങ്ങളെയാണെന്നോ ഇവള് പറഞ്ഞില്ല. ഇവൾ ഈ കൊച്ചിനെ വളർത്താൻ പോവാന്ന് ആര് പറഞ്ഞു? ഈ മിസ്രൈമ്യ രാജ്ഞി പറവോന്റെ മോള് ഈ കൊച്ചിനെ വളർത്താൻ പോവാൻ ആരെ ഇവളോട് പറഞ്ഞ്? വെളിപ്പാട് കണ്ടോ നിങ്ങള്? 10 വയസ്സുകളിൽ ഭയങ്കര വെളിപ്പാട്, അതിനപ്പുറത്തുള്ള പരിജ്ഞാനം, ജ്ഞാനത്തെ കവിയുന്ന പരിജ്ഞാനം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഇവള് പറഞ്ഞു, പോയി വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. ഈ കൊച്ചോടിപ്പോയി അമ്മയെ വിളിച്ചോണ്ട് വരുമ്പോഴും അമ്മയെ അന്ന് എന്തിയിട്ടില്ല. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ അമ്മയെ അന്ന് എന്തിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ കൊച്ചു ചെവിയിൽ, നിങ്ങൾ ആ 3 മാസം കഴിഞ്ഞുള്ള മുലകൂടി മാറുന്ന പ്രായം ഒരു 5 വയസ്സ് വരെ കൂട്ടിക്കൂ. നമ്മളാരും കൊടുക്കത്തില്ല, അത് വേറെ.
അന്നത്തെ കാലത്തെ നമ്മളങ്ങ് പറയുക. സ്തോത്രം. ഒരു 5 വയസ്സ് വരെ ഒന്ന് കൂട്ടിക്കോ. പറഞ്ഞു കാണാം, മോനെ നീ ഭാവിയിൽ പറവോനാകും. നീ പറവോനാകുമ്പോൾ നമ്മുടെ ഇസ്രായേൽ ജനത്തെ നീ വിടുവിക്കണം എന്ന് വല്ലതും ആണ് പറഞ്ഞു കൊടുത്തേ? ഹലോ, പ്രൈസ് ദി ലോർഡ്. കായികമായി നീ എന്തെങ്കിലും ചെയ്തിട്ട് ജനത്തിന് വിടുതൽ വേണമെന്നല്ല അമ്മ പറഞ്ഞു കൊടുത്തേ. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചിന്തയാണ്, മോനെ ഇന്നത്തെ നമ്മുടെ കഷ്ടത മാറും. ദൈവം നമ്മളെ സന്ദർശിക്കും. അന്ന് ദൈവം ഉപയോഗിക്കാൻ പോകുന്ന നമ്മുടെ കുടുംബത്തെയാടാ. ഈ 600,000 വരുന്നതിനകത്ത് ഈ 12 ഗോത്രത്തിൽ ഒരിക്കൽ അപ്പന്റെ പ്രാഗ് കിട്ടിയ കുടുംബമാണെങ്കിലും നമ്മുടെ കുടുംബത്തെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അമ്മയുടെ വെളിപ്പാട് തലമുറയിൽ കൂടെ ദൈവം ചെയ്യാൻ പോകുന്ന ഒരു വലിയ കാഴ്ച കണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ മക്കളുള്ള എല്ലാ മാതാപിതാക്കളും, അടുത്ത നാളുകളിൽ മക്കളെ ദൈവം തരുമെന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കളും, ജനിച്ച തലമുറയ്ക്ക് വേണ്ടിയും ജനിക്കാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയും ഒരു വെളിപ്പാടിൽ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഒരു നിമിഷം അവരൊന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് നിന്റെ തലമുറയിലേക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ ഒരു വെളിപ്പാട് അയക്കുകയോ. വിശ്വസിക്കുന്നവർ മാത്രം നന്നായിട്ടൊരു നിമിഷം ദൈവത്തെ ആരാധിച്ചേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിനകത്തൊരു മോശയിരിപ്പുണ്ട്. നിന്റെ കുഞ്ഞിനൊരു പൗലോസുണ്ട്, ഒരു പോൾ യോങ്കിച്ചോ ഉണ്ട്, ഒരു ബെൻഹിനുണ്ട്. ഓ ഹല്ലേലൂയ, ഒരു ബില്ലി ഗ്രഹമുണ്ട്. നീ കണ്ടിട്ടുണ്ടോ നിന്റെ കുഞ്ഞിൽ വളരാൻ പോകുന്ന അടുത്ത നൂറ്റാണ്ട് ദൈവം ഉപയോഗിക്കാൻ പോകുന്ന അനീഷ് ഭാഷ നമ്മളൊക്കെ ഞാനൊക്കെ ഇനി എത്ര നാൾ പ്രസംഗിക്കാന്? 40 വർഷമായി തുടങ്ങിയിട്ട്. ഹലോ, ഇത് കഴിയുമ്പോൾ വെള്ളപ്പൊക്കം വന്നെല്ലാം കൂടെ തീരാൻ ഒക്കുവോ? പറഞ്ഞേ. കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്തൊരു ശക്തരായ തലമുറ വേണ്ടേ? അതെന്റെ തലമുറയായ കൊള്ളാമെന്ന്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിന്നിൽ നിന്ന് ഇന്ന് രാത്രി ഒരെണ്ണം എഴുന്നേൽക്കട്ടെ. ഒരു അഹരോൻ, ഒരു മിരിയാം, ഒരു മോശ. ഹല്ലേലൂയ. കൈ ചൂണ്ടിയ ചെങ്കട രണ്ടാകുന്ന ഒരു മോശ, പാറയെ അടിച്ചാൽ വെള്ളം പുറപ്പെടുന്ന ഒരു മോശ, നൈൽ നദിയെ അടിച്ചാൽ വെള്ളം രക്തമാകുന്ന ഒരു മോശ, കൽപ്പിച്ചാൽ പേരുണ്ടാകുന്ന ഒരു മോശ ഇന്ന് രാത്രി നിന്ന് പുറപ്പെടുവാൻ വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി തലമുറയെ ഒന്ന് കണ്ടേ, തലമുറയെ കണ്ടേ. എന്റെ തലമുറയെ അടുത്ത തലമുറയിൽ എന്റെ ദൈവം യൂസ് ചെയ്യുക. ഓ റബാലഗാദര മനാ റബശംദരെ റൗഷസ്. ഹല്ലേലൂയ. മേശമേൽ ശുശ്രൂഷിക്കാൻ 7 തിരഞ്ഞെടുത്തു. 12 പോരാ, ഒരു 7 വേണമെന്ന് അറിഞ്ഞ് 12 ശക്തരായുള്ള ആളുള്ളപ്പോൾ ഒരു 7 എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. അതിലൊരു പാവപ്പെട്ട ദേവദാസന് 4 പെൺപിള്ളേർ. എനിക്ക് 3 ഉള്ളൂ. അദ്ദേഹം 4 പെൺപിള്ളേർ. ആർക്കാ? പീലിപ്പോസിന്. സ്തോത്രം. ഈ 4 പെൺപിള്ളാരും പീലിപ്പോസും ഉള്ള വീട്ടിൽ പൗലോസ് ദൂത് കേൾക്കാൻ വന്നേക്കുക. നിങ്ങൾ മിണ്ടുന്നില്ല. ഹലോ, അന്നത്തെ ശക്തനായ പ്രവാചകൻ അഗബോസും അവിടെ ഉണ്ട്. പീലിപ്പോസിന്റെ വീട്ടിൽ 4 പെൺപിള്ളാർ പ്രവചിച്ചുകൊണ്ടിരിക്കുക. അഗബോസ് അവിടെ ഇരിക്കുന്നു. പൗലോസ്. ലോകത്തിന്റെ ആളുകളെ മനസ്സിലായോ? ഒന്നും മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയ, നിന്നിലൊരു കൃപയുണ്ടെങ്കിൽ നിന്റെ തലമുറകൾ, ഓ ജീസസ്,
വിശ്വസിക്കുന്നവർ ഈ രാത്രി വിട്ടുകൊടുക്കണം. നിന്റെ തലമുറയിൽ ഒരു പ്രവാചകിയെ കാണുവാൻ, പ്രവാചകനെ കാണുവാൻ, വെളിപ്പാടുള്ളവനെ കാണുവാൻ, ദർശനമുള്ളവനെ കാണുവാൻ. ഓ രക്തം ജയം, രക്തം ജയം. ഇന്ന് രാത്രി തലമുറയെ ബന്ധിക്കുന്ന ചില ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ദൈവകൃപയിൽ പുറകോട്ട് വലിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കരവും ശബ്ദം ഉയർത്തി ഒരല്ലിയ പറഞ്ഞു. കാനഡ ടൊറോണ്ടോയിലെ എൻ്റെ ഒരു 3 പെൺമക്കൾ, ഒരു മോള് കുടുംബമായിട്ട് താമസിക്കുക. മിനിഞ്ഞാന്ന് വിളിച്ച് പറഞ്ഞു, ഡാഡി പപ്പ ഭയങ്കര ഒരു സംഭവം. 3 ദിവസമായി കൂടെ ആരാധിച്ചൊരു പയ്യനെ ഫോൺ വരുന്നില്ല, വിവരം പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുകാര് പോലീസിൽ അറിയിച്ചു. അവരോടെല്ലാം വന്ന് നോക്കിയപ്പോൾ എല്ലാം അടഞ്ഞ് പൊട്ടിക്കിടക്കുന്നു, വണ്ടി അവിടെ ഇല്ല, ഇവിടെ പുറത്തു പോയെന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും നാട്ടിൽ നിന്ന് വീട്ടുകാർ വിളിക്കും. വീണ്ടും പോലീസുകാരെ ആശ്രയിച്ചു. അവർ വന്ന് കതക് ചവിട്ടി തുറക്കുമ്പോൾ ചെറുക്കനെ അതിനകത്ത് സൂയിസൈഡ് ചെയ്ത് കിടക്കുക. PR ഉണ്ട്, മാന്യമായ ജോലിയുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, എല്ലാം ഉണ്ട്. ദൈവത്തെ വിളിച്ചവനാ. എന്തു പറ്റിയെന്ന് ആർക്കും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ദിനങ്ങളിൽ ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ ഏതൊക്കെയോ പ്രോഗ്രാമുകൾക്കകത്ത് ഈ കുഞ്ഞുങ്ങൾ കയറി അവരെ കൊണ്ട് ഇങ്ങനെ അപായപ്പെടുത്തുക. ലവ് ജിഹാദ് മാത്രമൊന്നുമല്ല, അതൊക്കെ ഒരു പ്രാരംഭമാണ്. അതിനപ്പുറത്തുള്ള ഗെയിമുകൾ കൊണ്ട് മരണത്തിലെത്തിക്കുക. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ മുഴുവൻ തീർന്നു. ഇനി അവനെ അവിടെ വിടാൻ മുടക്കി എൻ്റെ 4 നെട്ടി വേണം തിരിച്ച് ഈ ബോഡി നാട്ടിക്കൊണ്ടിരണേ. അതോടെ കുടുംബം ഫിനിഷാകുക. നിങ്ങൾ എൻ്റെ കൂടാണോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ രാത്രിയിൽ എന്നോടൊരു പിതാവ് പറഞ്ഞു, പോയി പാസ്റ്റേ, ഒത്തിരി ആഗ്രഹിച്ചതാണ്, പക്ഷേ പോയി. ഒരു മടങ്ങി വരാൻ വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കണം. സ്തോത്രം. കരയേണ്ട സമയമുണ്ടായിരുന്നു, പ്രാർത്ഥിക്കേണ്ട സമയമുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. നമ്മളെല്ലാം കിളിക്കൂട് പണിയാൻ വേണ്ടി ഓടി അടക്കുക. കിളിയെ മേടിച്ചോണ്ട് കൊട്ടക്കേരി അടച്ചിട്ടിട്ട്, കേട്ടുണ്ടോ? കിളിയെ മേടിച്ചോണ്ടെന്ന് കൊട്ടക്കേരി അടച്ചിട്ട് വെച്ച് കൂട് പണിയാൻ പോയി. കൂടെല്ലാം പണിത് റെഡിയാക്കിക്കൊണ്ടെന്ന് വെച്ച് കിളിയെ എടുക്കാൻ ചെല്ലുമ്പം കിളിക്ക് വെള്ളവും കൊടുത്തില്ല, തീറ്റി പോലെ കിളിയത്ത് പോയി. ഇപ്പൊ കൂടെ ഉള്ളൂ. നമ്മളൊക്കെ കൂട് പണിക്ക് വേണ്ടി ഓടുക. കിളി ചത്തിട്ട് കൂടുണ്ടാക്കിയിട്ട് എന്നാ സാധിക്കാനാ? Praise the Lord. Praise the Lord. Hallelujah. ഈ രാത്രിയിൽ എത്ര പേര് തലമുറയെക്കുറിച്ചൊരു വെളിപ്പാട് കാണും? കഴിയുമെങ്കിൽ തൻ്റെ വൃതന്മാരെ പോലും തെറ്റിച്ച് കളയാൻ. പിന്നെ സാധാരണക്കാരൻ്റെ കാര്യം പറയണം. ശക്തമായി വേദികളിൽ നിലകൊള്ളുന്ന വൃതന്മാരെ തെറ്റിക്കാൻ അവന്റെ സകല കഴിവ് ഉപയോഗിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? നമ്മുടെ വിഷയം പ്രാർത്ഥനയാണല്ലോ. പ്രാർത്ഥിക്കാൻ പഠിച്ചോ ഇന്നലെ കൊണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മെ എന്തിനാ വിളിച്ചതെന്ന് നമുക്കറിയാമോ? നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളെ മനോഹരമായ ആരാധന സംവിധാനങ്ങൾ, നമ്മുടെയൊക്കെ സ്വന്തം പേരിൽ അടക്കാവുന്ന സെല്ലുലാറുകളും കല്ലറയും ഉണ്ടായിരുന്ന മണ്ഡലങ്ങൾ, നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാൻ സ്വന്തം കോളേജും സ്വന്തം സ്കൂളും സ്വന്തം ഹോസ്പിറ്റലും, പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ജോലി കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഉള്ളത് വിട്ടും വെച്ച് ഈ വാടക കെട്ടിടത്തിൽ വന്നിരുന്നുകൊണ്ട് കുരുങ്ങണ്ടി കാര്യം എന്തിനാണെന്നറിയാമോ? ഹലോ, കോടികൾ മുടക്കി പണിത വലിയ വലിയ സംവിധാനങ്ങൾ വിട്ടെറിഞ്ഞിട്ട് എന്തിനാണ് ഇറങ്ങിയതെന്ന് മനസ്സിലായ എത്ര പേരുണ്ട്? ഞാൻ കഴിഞ്ഞ എവിടെയോ കൺവെൻഷൻ പ്രസംഗിച്ചു പറഞ്ഞു, ഈ സൗഖ്യങ്ങൾക്കെല്ലാം ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എന്തുകൊണ്ട്? എല്ലാവരും പറഞ്ഞ്. ഏറ്റവും വലിയ അത്ഭുതം നടന്ന ലാസറിന്റെ ഉയർപ്പ് അല്ലേ? ആ ലാസർ പിന്നെ ചത്തുപോയി. നമ്മളൊക്കെ അവിടെ ഇല്ലാഞ്ഞത് ഭാഗ്യം, അല്ലെങ്കിൽ നമ്മൾ അനുശോചനം പറഞ്ഞ ആകെ വിഷയമായതിനെ. നമ്മളെ ബന്ധുക്കൂസുകാരെ പോലെ അനുശോചനം പറഞ്ഞ വേറെ ആരാ ഉള്ളേ? പ്രൈസ് ദി ലോർഡ്. കാണാൻ വന്നവരൊക്കെ തല കറങ്ങി വീണാലും നമ്മൾ അനുശോചനം നിർത്തത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ആ പുള്ളി മരിച്ചുപോയി. നമ്മുടെ ആ സെമിത്തേരിലോട്ട് അടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് മഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ചെറുക്കനില്ലേ, അവൻ ഇറങ്ങാൻ ഇച്ചിരി മടിച്ചു. ഇറങ്ങാൻ മടിക്കാൻ പല കാരണമുണ്ട്. വീട്ടിൽ 7 ആഴ്ച അലക്കാത്ത പുതപ്പ് അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവ കണ്ണ് തുറന്നപ്പം വെള്ള തുണി താഴെ, മണ്ടയ്ക്ക് വെള്ള തുണി, പുത്തൻ തുണി, ആരും ഉപയോഗിക്കാത്ത പുത്തൻ തുണി താഴെ മേളുള്ളൂ. റോസപ്പൂ എല്ലാവരുടെയും വരുന്നത് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ പെട്ടിയുടെ ചുറ്റും റോസപ്പൂ. മിണ്ടുന്നില്ല. സ്തോത്രം. പള്ളിയിൽ പാന്നേരത്ത് ഒരു സ്പ്രേ അടിക്കാൻ അമ്മ കൊടുക്കത്തില്ലായിരുന്നു. ഇത് തലയ്ക്കൽ അടിച്ചതിൻ്റെ ബാക്കി ഒരു കുപ്പി, പൊട്ടിക്കാത്തൊരു കുപ്പി, 2 അപ്പുറയും. പിന്നെ ആരെങ്കിലും പെട്ടിന്നിറങ്ങും. ഇവൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത സാധനം പെട്ടിക്കകത്ത്. റോസപ്പൂവ്, മുല്ലപ്പൂവ്, സ്പ്രേയുടെ കുപ്പി, പിന്നെ ടിഷ്യൂ പേപ്പർ ഇഷ്ടം പോലെ, തുടച്ചത് തുടയ്ക്കാത്തത്. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. 3-4 പേര്. ഇവനെ അമ്മ പോലും എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം വിധവയല്ലേ, ഇവനെ വളർത്താൻ വേണ്ടി റേഷൻ മേടിക്കാൻ പോകുന്നു, ഇവനെ എടുക്കാൻ പോകുന്നു. പക്ഷെ ഇപ്പൊ എടുക്കാൻ 4 പേര്. ഇവൻ വിചാരിച്ചത് അസുഖമെന്ന്. സ്തോത്രം. എടാ, ജീവൻ കിട്ടിയാ പിന്നെ പെട്ടിക്കകത്ത് ഞെളിഞ്ഞിരിക്കല്ലേ. പൂ കണ്ടുകൊണ്ടൊന്നും പൂവും ആരാണ്ട് ഉപയോഗിച്ചതിന്റെ ബാക്കി സ്പ്രേ കുപ്പി ഒന്നും കണ്ട് പെട്ടിക്കകത്തിരിക്കില്ല. ഇറങ്ങിക്കോണം, ചാടി ഇറങ്ങി ജീവൻ തന്നവന്റെ കൂടെ കൂടിക്കോണം. നല്ല അല്ലല്ലേ പറഞ്ഞാട്ട്, വഴി വെച്ച് ജീവൻ തന്നവന്റെ കൂടെ കൂടിക്കോണം. ഹല്ലേലൂയ. ഇപ്പോഴേ നമ്മളൊക്കെ ഈ ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ആയതുകൊണ്ട് അടക്കമൊക്കെ മരിക്കുന്നതിന് മുമ്പ് തന്നെ കാശ് മേടിച്ച പാർട്ടികളുണ്ട്. ലീവ് കിട്ടിയില്ലേ വരുമോ ഒന്നും വേണ്ട, ടിക്കറ്റ് എടുത്ത് കാശ് കളയണ്ട, ഞങ്ങൾക്കിവിടെ എല്ലാ സംവിധാനവും ഉണ്ട്. മരിച്ചാൽ മോർച്ചറി കൊണ്ട് വെക്കുന്നത് മുതൽ ബോഡി എടുക്കുന്നത് മുതൽ പാട്ട്, സെമിത്തേരിലെ ഭക്ഷണപ്പൊതി, ബന്നേറൊട്ടി കൊടുക്കുന്ന ഉൾപ്പെടെ പ്രൈസറോ എല്ലാ പരിപാടിക്കും ഞങ്ങൾ റെഡിയാണ്. പറയുന്ന കാശ് എന്നാന്ന് പറഞ്ഞ് അടക്കുന്നത് വരെ കാശ് മേടിച്ചേക്കുക. ഇവൻ പെട്ടി നിറങ്ങാൻ താമസിച്ച കാശ് മേടിച്ച് കൊണ്ട് അടക്കിയിട്ട് പോകും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ജീവൻ പ്രാപിച്ച് ഒരെണ്ണവും പെട്ടിക്കകത്തിരിക്കല്ല. എല്ലാം ചാടി ഇറങ്ങിക്കോണം. ഇറങ്ങി ജീവൻ തന്നവന്റെ റാലി കയറിക്കോണം. നല്ലൊരു അലരിയ പറഞ്ഞേര്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അപ്പൊ ശ്രദ്ധിച്ചേ, അവനും പിന്നെ ചത്തുപോയി. ഈ 38 വർഷം കുളക്കരെ കിടന്നവനോട് കിടക്കെടുത്തോണ്ട് പോകാൻ പറഞ്ഞപ്പോ ഒരു താങ്ക്സ് പറയാതെ അവൻ കിടക്കെ കൊണ്ട് പോയനാ. കർത്താവ് പള്ളിയിലിട്ടവനെ പിടിച്ച്, അത് വേറെ കാര്യം. എന്നാലും അവനൊരു താങ്ക്സ് പറയാതെ പോയേ. ഇപ്പോഴും ഉണ്ടെന്നേ ഇവിടെ വന്ന് രോഗസൗഖ്യമൊക്കെ പ്രാപിച്ചിട്ട് മിണ്ടാതെ പോകുന്ന പുള്ളികളുണ്ട്. പക്ഷെ അവൻ ഓടിച്ചിട്ട് പള്ളിയിട്ട് കർത്താവ് എന്ത് ചെയ്തു? പിടിച്ചു പറഞ്ഞു, മോനെ 38 വർഷത്തെ കേസ് ചെറിയ കേസായിരുന്നു,
അധികം തിന്മയായത് ഭവിക്കുക എന്ന് പറഞ്ഞാൽ 76 വർഷം കിടക്കാതിരിക്കാൻ. നിങ്ങൾ മിണ്ടിയില്ല. ഈ പരിപാടിക്ക് 38 കിടന്നുള്ളൂ. പക്ഷേ ഇതിനെക്കാട്ടി തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി മേലാ നീ പറഞ്ഞു എല്ലാരും കൂടെ. അവനും പിന്നെ ചത്തുപോയി. നമ്മുടെ ആ വളഞ്ഞു വന്ന അമ്മച്ചിയില്ലേ പള്ളി വന്ന് 18 വർഷം റാ പോലെ, റാന്നിക്കാരിയല്ല, ആ അമ്മച്ചി പിന്നെ ചത്തുപോയി. നേരെ കിടന്ന് സ്വോത്രം പറഞ്ഞില്ല. സ്വോത്രകാഴ്ച ഉണ്ടായിട്ട് വിടാതെ 40 വർഷം ഇങ്ങനെ കൈ വരണ്ട ഒരു ചെറുക്കനില്ലായിരുന്നോ? അവൻ കൈ നൂർത്ത് വെച്ച് ചത്തുപോയി. നിങ്ങൾ മിണ്ടുന്നില്ല. ഇതിനെല്ലാം ഒരു എക്സ്പയറി പറയെല്ലാരും കൂടെ. അപ്പൊ ഇവിടുത്തെ ക്യാൻസർ മാറിയതല്ല വിഷയം, ഇവിടെ ട്യൂമർ മാറിയതുമല്ല വിഷയം. സ്വോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. നിത്യതയാ വിഷയം. വിളിച്ചത് ചൊറി മാറ്റാനല്ല, കുറെ അപ്പം തീറ്റിച്ച് വെച്ച് ഓരോ കൊട്ടം തിരിച്ച് തന്നുവിടാനുമല്ല. വിളിച്ചത് നിത്യതയെ കൊണ്ടുപോകാനാ. ഈ രാത്രി നിത്യതയെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചവർ മാത്രം ആ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് രാത്രി നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിത്യതയാ, നിത്യതയാ. ഹല്ലേലൂയ. അപ്പോ ദൈവം മോശയെ വിളിച്ചതിന്റെ ഒന്നാമത്തെ കാര്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യം ഒന്ന് വായിച്ചേ. 7-8 വാക്യം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8. പുറപ്പാട്. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്. എന്തിനാ വിളിച്ചേ? ഒന്ന് ശ്രദ്ധിച്ചേ. മന്ന കൊടുക്കാനാണോ? ഇവിടെ നോക്കിയേ. മന്ന കൊടുക്കാനാണോ? കാടപ്പക്ഷിയുടെ ഇറച്ചി കൊടുക്കാനാണോ? പാറയിലെ വെള്ളം കൊടുക്കാനാണോ? അവരെ വിളിച്ചത് കനാനി കൊണ്ടുപോകാനാ. മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വീട് പണിയാൻ പോകുകയാണ്. പണിതാൽ വന്ന് നിങ്ങളെ ഞാൻ എന്റെ അടുക്കൽ ചേർക്കും. നിന്നെ വിളിച്ചത് വീട്ടിൽ ചേർക്കാനാ. സ്വത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ആ സ്വർഗം നിനക്ക് വേണ്ടി കരുതുന്ന യേശു നിനക്ക് വേണ്ടി പണിയുന്ന ആ വീട് കണ്ട ദൈവത്തെ ആരാധിക്കുവാൻ. ഓ, വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ദൈവം നിന്നെ വിളിച്ചത് കനാന്യരെ, ഹിത്യരെ, അമോര്യരെ, പെരിസ്യരെ, ഹിവ്യരെ, യെബൂസ്യരെ എന്നിവരെ അടക്കി വച്ചിരിക്കുന്ന ദേശത്തെ വെട്ടിപ്പിടിച്ച് നിനക്ക് തരാനായിട്ട്. നമ്മൾ ധരിച്ചത് അയ്യോ ഈ മന്നായും കാടയുടെ ഇറച്ചിയും തിന്നാനാന്ന. പ്രൈസ് ദി ലോർഡ്. മന്നയ്ക്ക് ടൈം സോൺ ഉണ്ട് കേട്ടോ. രാവിലെ 5 മണിക്ക് പറക്കുക, വൈകിട്ട് 5-ന് മുമ്പ് തിന്നു തീർത്തോണം. എനിക്ക് ഗ്യാസ് ട്രബിളാ, എനിക്ക് അസിഡിറ്റി ആണെന്ന് പറഞ്ഞ് കഴിക്കാതിരുന്ന വീട്ടിൽ നാറും. പല വീട്ടിൽ നിന്ന് നാറ്റം വരുന്ന മന്ന തിന്നു തീർക്കാത്തതുകൊണ്ടാണ്. ആരും മിണ്ടുന്നില്ല. നാറ്റം കൊണ്ടേ ഓർത്തോണം വച്ചാ വീട്ടിൽ മന്ന ഇനി ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. മന്നയുടെ പ്രശ്നം മനസ്സിലായോ? രാവിലെ പറക്കിയാൽ വൈകുന്നേരമാകും. കലത്തി പുഴുങ്ങിയോ, ഇടിച്ചോ പൊടിച്ചോ, അരകളിൽ അരച്ചോ, ചുട്ടു തിന്നോണം. പ്രത്യേകിച്ച് ചമ്മന്തി വേണ്ട, സാമ്പാർ വേണ്ട, കഴിച്ച തേൻ കൂട്ടിയ പാറ ദോശ പോലിരിക്കും. തേൻ വേണ്ട. ഈ മന്നയ്ക്കകത്ത് തേൻ ആഡ് ചെയ്തേക്കുക. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. കഴിച്ച തേൻ കൂട്ടിയ. പ്രൈസ് ദി ലോർഡ്. കാട കൊടുത്തത് മരുഭൂമിയിലെ പൊടിക്കാറ്റടിക്കുമ്പോൾ നിനക്ക് വലിവുണ്ടാവുമല്ലോ, ആസ്മ, അതിനുള്ള മരുന്നൂടാ. അതുകൊണ്ട് അവരിൽ ഒരു ബലഹീനനും പാറ എല്ലാവരും കൂടെ
ഉണ്ടായിരുന്നില്ല. കൊടുത്ത ആഹാരത്തിൽ തന്നെ സൗഖ്യത്തിൻ്റെ ഇതുണ്ട്. പക്ഷേ വൈകുന്നേരം തിന്നു തീർത്തോണം. രാവിലെ വീണ്ടും തരുന്ന ഫ്രഷ് സാധന. പക്ഷേ 40 വർഷം ആ മന്ന കേടാകാതിരുന്നു. അതെവിടാന്നറിയാമോ? 12 മണിക്കൂറിനകത്ത് ക്രമിക്കുന്ന സാധനം 40 വർഷം കേടാകാതിരുന്നു. ഇരുന്ന സ്ഥലത്തിന്റെ ഗുണമാ. ഇരുന്നത് പെട്ടകത്തിനകത്താ. ഇരുന്നത് പ്രമാണത്തിന്റെ ഇടയ്ക്കാ. ഇരുന്നത് തളർത്ത പട കീഴല്ല. ഇരുന്നത് രക്തത്തളി ആചരിക്കുന്ന പെട്ടകത്തിലാ. ഇന്ന് രാത്രി നീ തകരാതിരിക്കുന്നത് വെച്ച സ്ഥലം ദൈവത്തിന്റെ പുത്രന്റെ രക്തം വീണടമാണെങ്കിൽ, ഓ ഹല്ലേലൂയ. അപ്പോളേ ഒന്നാമത് വിളിച്ചത് കനാനിപ്പൻ. എല്ലാരും പറഞ്ഞേ. 2, നിങ്ങൾ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഒത്തിരി വാക്യമുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് 7:16 പുറപ്പാട്. അവനോട് പറയേണ്ടതെന്നാൽ മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാന്ന് കൽപ്പിച്ച്. 1 കനാനിപ്പാൻ പറഞ്ഞേ, 2 ആരാധിക്കാൻ. ആരാധിക്കുന്നത് മുഴുവൻ കനാനിപ്പാനുള്ള ലക്ഷ്യത്തിലായിരിക്കണം. ഞാൻ എൻ്റെ ദൈവദാസ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ഒരു സ്റ്റേജില് ഒരു മോനെ വായിക്കുന്നത്, പക്ഷെ 6 ഓർഗൻ. ഒരു സ്റ്റാൻഡേ 3 എണ്ണം ഇങ്ങനെ നേരെ, അവൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു സ്റ്റാൻഡേ 3 എണ്ണം. ഇവൻ ഈ 6 കൂടെ കറങ്ങി അടിക്കുക. ഒരു അപാര കഴിവാണ്. സ്റ്റീഫൻ ദേവസ്യായക്കാരനൊക്കെ സൂപ്പർ വായന. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടവനെ. എൻ്റെ ചർച്ചിൽ കൊണ്ടുപോയാലോ എന്ന് വരെ എൻ്റെ ചിന്തയുണ്ടായി. പക്ഷെ അത്രയും വെക്കാനുള്ള സ്റ്റേജ് ഇല്ല. അതുകൊണ്ട് ഞാൻ തൊട്ടുപുറ ഈ കണ്ണാടിക്കൂടിനകത്തോട് തന്നെ ഈ ഡ്രംസെറ്റ് അടിക്കാനിരിക്കുക. വലിയൊരു കണ്ണാടിക്കൂടിനകത്ത് ഭയങ്കര സംവിധാനം കേട്ടോ. കാശ് മുടക്കിയുള്ള പരിപാടിയാണ്. എന്നിട്ട് ഒരു ആരാധന വെളിപ്പെടുന്നില്ല. പക്ഷെ ഇസ്രായേൽ മക്കൾക്ക് ഡ്രംസെറ്റ് ഇല്ല, റിതം പാടില്ല. പിന്നെ ഇങ്ങനെ ഒരു ഇപ്പം ഈ കുറണ്ടി പോലെ സാധനത്തിൽ ഇരുന്ന് അടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ഈ ബോക്സ് പോലെ സാധനത്തെ, അതൊന്നും ഇല്ലെന്ന്. ആകെ 90 വയസ്സുള്ള അമ്മച്ചിടയിൽ ഒരു ചെറിയ തപ്പുണ്ട്. അത് ഈ ചെറുക്കനെ വെള്ളത്തിൽ ഇട്ടപ്പോൾ കണ്ട് കൊണ്ട വെച്ചതാ. പിന്നെ എടുക്കുന്ന ഇപ്പൊ 40 വർഷം കഴിഞ്ഞ. സ്തോത്രം. അതേ 2 കൊട്ടമ്മച്ച് കോട്ടിയപ്പെടുത്തേനെ ഒറ്റ ആരാധന. വിളിച്ചത് എന്തിനാണ് പറഞ്ഞ എല്ലാരും? അതിന് PC ചെറിയാൻ വന്ന് ആരാധിപ്പിക്കൊന്നും വേണ്ട. ഞാനിവിടെ ഒന്നുകൊണ്ട് പോരാന്ന് പറയണ്ട. ഞാനാണോ തീരുമാനിക്കുന്നത് പോരാന്ന്? എടാ, ആരാധന സ്വീകരിക്കുന്ന കർത്താവല്ലേ പോരാന്ന് പറയണ്ടേ? നിങ്ങൾ മിണ്ടുന്നില്ല. പ്രസംഗകനാണോ പറയുന്നത് പോരാ എന്ന്? ഹലോ, ഇതെന്നെ മെഴുക്കുപുരട്ടിയാണോ പോരാന്ന് പറയാൻ? മനസ്സിലാകുന്നുണ്ടോ? ഒരു മനുഷ്യനും നിന്റെ ആരാധന നിയന്ത്രിക്കരുത്. പക്ഷെ നീ ആരാധിക്കണം. നീ ആരാധിക്കുന്നത് മന്ന കിട്ടുന്നതിനല്ല, നിത്യത കണ്ടുകൊണ്ട് ആരാധിക്കണം. തമ്പുരാൻ ഒരുക്കുന്ന ദൈവിക പദ്ധതികൾ കണ്ട് ആരാധിക്കാൻ ഈ രാത്രി വിശ്വസിക്കുന്നവര് മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഓ രക്തത്താലെ ജയം. 10 പ്രാവശ്യം മോശി കൂടെ ദൈവം പറഞ്ഞടാ ഫറവോനെ, എന്റെ ജനത്തെ വിട്ടയക്ക്. എന്തിന്? കനാനിപ്പാൻ. 2, എന്നെ ആരാധിപ്പാൻ. സ്തോത്രം. ഓരോ പ്രാവശ്യം പറയും തോറും അവന്റെ ഹൃദയം കഠിനപ്പെട്ടു. ജനത്തെ എന്തിനു വിട്ടില്ല? ആരാധിപ്പാൻ വിട്ടില്ല. ആരാധിക്കാൻ വിട്ടില്ലെങ്കിൽ ആരാധിക്കാൻ വിടാത്തോനെ എന്നോ ചെയ്യണമെന്ന് ആരാധന സ്വീകരിക്കുന്നവനറിയാം. ഹലോ, നീ ഒരല്പസമയം തടഞ്ഞു വെച്ചോ, പക്ഷെ നീ ചെങ്കടലിൽ ചത്തു പൊങ്ങും. അന്ന് എന്റെ ജനം ആരാധിക്കും. നീ പൊങ്ങിക്കിടക്കുന്ന കണ്ടോണ്ട് ആരാധിക്കും.
നിങ്ങൾ സ്വോത്രം ഈ രാത്രി പറയണം. നിന്റെ ആരാധനയ്ക്കെതിരെ നിൽക്കുന്ന വ്യാപാരങ്ങളെ നിന്റെ കൺമുമ്പിൽ ചെങ്കടലിൽ തകർത്തിട്ട് നിന്റെ ആരാധന ഉയർത്താൻ ഏറ്റെടുക്കുന്ന ഈ രാത്രി നന്നായി ദൈവത്തെ ആരാധിക്കട്ടെ. ആരാധിക്കാൻ പറഞ്ഞാൽ നീ ആരാധിച്ചോണം. മൂന്ന്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം ആചരിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. ഒന്ന് പറഞ്ഞെല്ലാരും കൂടെ കനാനിപ്പാൻ. 2 ആരാധിപ്പാൻ. 3 മരുഭൂമിയിൽ എനിക്ക് ഉത്സവം ആചരിക്കാൻ. അതിന് 7 ഉത്സവം കൊടുത്തു. പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, ആദിപടക്കറ്റയുടെ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, കാഹളധ്വനി പെരുന്നാൾ, മഹാപാപ പരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ. 7 പെരുന്നാൾ. എന്തിനറിയാമോ? ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ഘോഷസ്വരം കേൾക്കാൻ. നിങ്ങൾ അല്ലെലിയ പറയുന്നില്ല, മനസ്സിലാകുന്നുണ്ടോ? നിന്നെ വിളിച്ചത് പാടി തുടങ്ങി കച്ചവടത്തിൽ നഷ്ടം വന്നു നിങ്ങൾ താടി കൈയും കൊടുത്ത് പെണ്ണ് പറ്റ വീട്ടിലേക്കൊണ്ടിരിക്കാനല്ല, വിളിച്ചത് ഉത്സവം ആചരിക്കാനാ. പറഞ്ഞേ, ഉത്സവം ആചരിക്കാൻ. കെട്ടപ്പെട്ട മണ്ഡലത്തിൽ നിന്ന് കണ്ടോണം നിൽക്കുകയായിരുന്നു. വന്നോണം, നിന്നോണം, കണ്ടോണം, പൊക്കോണമായിരുന്നു. പക്ഷെ ഇപ്പം വിളിച്ചത് ഉത്സവം ആചരിക്കാനാ. ആരാധനയ്ക്കകത്ത് ഉത്സവം വെളിപ്പെടണം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രിയിൽ അകത്ത് ഉത്സവത്തിന്റെ ആരാധന. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ഘോഷസ്വരം. അല്ലേ ഇന്ന് രാത്രി ഒരു ഉത്സവത്തിന്റെ പ്രതീതി ആരാധനയിൽ വെളിപ്പെടട്ടെ. നിങ്ങളുടെ സഭായോഗങ്ങൾ ഉത്സവമായി മാറണം. നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനകൾ ഉത്സവമായി മാറണം. ഇറങ്ങിപ്പോകുമ്പോൾ മുഖത്തെ സന്തോഷം. സ്തോത്രം. ഞാൻ ഇന്നലെ രാത്രി പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു നിശാന്ത് പാസ്റ്ററെ. ഈ ഭൂമി മനുഷ്യനെ പാർപ്പാനായി ദൈവം ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയ ഭൂമി കണ്ടിട്ട് ഉദയനക്ഷത്രങ്ങൾ, മോർണിംഗ് സ്റ്റാർ എല്ലാം കൂടെ ആർത്ത് ഉല്ലസിച്ച് ദൈവത്തിന് മഹത്വം. അത്ര ബ്യൂട്ടിയായിരുന്നു. സ്തോത്രം. ദൈവം പാഴ്പണിയൊന്നും ചെയ്യാറില്ല. അവൻ ചെയ്യുന്നതെല്ലാം ശ്രേഷ്ഠമാണ്. അവൻ ശ്രേഷ്ഠനായതുകൊണ്ട്, അവൻ മനോഹരത്വമുള്ള സൗന്ദര്യമുള്ളവനുണ്ട്. അവന്റെ കൈ കൊണ്ട് എന്നെ ഉണ്ടാക്കിയാലും മനോഹരമാണ്. ഒരല്ലേ പറഞ്ഞേ, ആ കൈ കൊണ്ട് അവന്റെ രൂപത്തിൽ എന്നെ മെനഞ്ഞു കൊടുത്തൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നീ ഇരിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ്. നിന്റെ മുഖത്ത് ആ ദൈവത്തിന്റെ തേജസ്സുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രി വിശ്വസിക്കുക. എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലാ, ദൈവത്തിന്റെ സാദൃശ്യത്തിലാ. എന്റെ മുഖത്ത് ആ തേജസ് ഉണ്ടെന്ന്. ഈ മനോഹരമായ ഭൂമിയിലേക്ക് അവൻ വെട്ടേറ്റു വീണു. ആര്? ദൂതൻ. ഒന്ന് ശ്രദ്ധിക്കണം. ആര്? എല്ലാരും പറഞ്ഞേ, ദൂതൻ. അവന്റെ സൗന്ദര്യം, അവൻ സൗന്ദര്യ സമ്പൂർണനായിരുന്നു. എല്ലാവരും പറഞ്ഞേ. നിങ്ങൾ വിചാരിക്കുന്ന വായിക്കോട്ടെ 2 കൊമ്പും തലേ 2 ഡൈനോര ടിവിയുടെ കൊമ്പും എല്ലാം ഉള്ള ഒരാളല്ല. പിള്ളേരെ പേടിപ്പിച്ച് വരച്ചു വെക്കുന്നത് അങ്ങനൊന്നുമല്ല. അവൻ സൗന്ദര്യ സമ്പൂർണൻ, അവൻ ജ്ഞാനസമ്പൂർണൻ. അവൻ മോർണിംഗ് സ്റ്റാർ. മോർണിംഗ് സ്റ്റാർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉദയ നക്ഷത്രം. അതായിരുന്നു അവൻ. അവൻ വെട്ടേറ്റ് വീണപ്പോൾ ഈ ഭൂമി പാഴായിപ്പോയി. ആ വീഴ്ചയുടെ ശക്തിയിൽ എൻ്റെ കൂടെ വരണം. ശൂന്യമായി പോയി, താണുപോയി. മീതെ വെള്ളം വന്ന് മൂടി, മണ്ടക്കിരുട്ട് വന്നു. എല്ലാം അവൻ വീണപ്പോ സംഭവിച്ചതാ. അവനൊരു വീട്ടിൽ കയറിയാൽ വീട് പാഴാകും. അവനൊരു തലമുറയിൽ കയറിയാൽ തലമുറ ശൂന്യമാകും. അവനൊരു ബിസിനസ്സിൽ കയറിയാൽ ബിസിനസ് താഴും. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അവന്റെ സാന്നിധ്യം എവിടെങ്കിലും വെളിപ്പെട്ടാൽ
മനോഹരമായി കണ്ടത് പാഴാകും. അതിനെ ഇരുട്ട് മൂടും. തമ്പുരാൻ തീരുമാനിച്ചു മാറാൻ ഒറ്റ മാർഗം, ആത്മാവ് പരിവർത്തിക്കുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പാഴായതിനെ പണിയാൻ ഇന്ന് രാത്രി ആത്മാവ് പണിതുകൊണ്ടിരിക്കുക. ചില പാഴായ കുടുംബങ്ങളെ, ചില ശൂന്യമായ കുടുംബങ്ങളെ, ഇരുട്ട് വ്യാപിച്ച തലമുറകളെ ഇന്ന് രാത്രി ആത്മാവ് പണിയുകയോ. കരവും ശബ്ദം ഉയർന്ന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ കുടുംബത്തിന്റെ പാഴ് ഈ രാത്രി മാറുകയാ. നിന്റെ തലമുറയുടെ ശൂന്യത ഈ രാത്രി മാറുകയാ. നിന്നെ ചില ആഴത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോയ പോരി രാത്രി അഴിയുകയാ. നിന്റെ മീതെയുള്ള ഇരുട്ട് മാറാൻ കൽപ്പിക്കാൻ പോകുകയാ. ആത്മാവ് പരിവർത്തിച്ചപ്പോ സ്വർഗം പറഞ്ഞു ഇരുട്ട് മാറട്ടെ, വെളിച്ചം കാണട്ടെ. ഇന്ന് രാത്രി, രണ്ടാമത്തെ രാത്രിയിൽ നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിൽ, നിന്റെ മിനിസ്ട്രിയിൽ ഒരു വെളിച്ചം പകരുകയോ. വിശ്വസിക്കുന്നവർ നന്നായി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ആഴത്തിൽ ചില പോരുകൾ ഇന്നത് ദൈവം അഴിക്കുകയോ. ദുരകം ജാനം വേദി കടകം നിരകം ചാല വൈഡാരമന. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ. ശിവരവശ് ഇരാധരാധരാധ. നന്മയുണ്ടെന്ന്, പക്ഷേ ഇരുട്ട് മൂടിക്കിടക്കുന്നതുകൊണ്ട് എന്തുവാന്ന് അറിയത്തില്ല. തമ്പുരാൻ പറഞ്ഞു ഇരുട്ട് മാറട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ചിലതിനെല്ലാം നീ വേർതിരിക്കണം. നിന്റെ കുടുംബത്തിലെ നന്മ കാണാതെ വണ്ണം, നിന്റെ തലമുറയിലെ നന്മ കാണാതെ വണ്ണം മൂടിക്കിടക്കുന്ന വ്യാപാരങ്ങളെ ഈ രണ്ടാമത്തെ രാത്രിയിൽ ആത്മാവിന്റെ അധികാരത്തിൽ കൽപ്പിക്കണം, മാറാൻ പറയണം യേശുവിന്റെ നാമത്തിൽ. ശക്തമായ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാ. നീ ഒരു സാധാരണ യോഗത്തിരിക്കരുത്. ഇതുവരെ ഇല്ലാത്ത ഒരു ആത്മതലം ദൈവം തുറക്കുകയോ. ജീസസ്, 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 ജീസസ്. പിന്നെ എല്ലാം കൽപ്പനയാ കേട്ടോ. ഭൂമി കാണായി വരട്ടെ. അപ്പൊ അതുവരെ കാണാനൊക്കത്തില്ല. കാണായി വന്നു. വെള്ളം ഒരു ഭാഗത്തേക്ക് മാറട്ടെ. വെള്ളം പേടിച്ചെന്ത് ചെയ്തു? മാറി. ഉടനെ ഒരാള് പയർ വിത്ത്, തേക്കിന്റെ വിത്ത്, ഈട്ടിയുടെ വിത്ത് വല്ലതും വിതച്ചോ? ഇല്ല. മുളച്ചു വന്നു. മുളയ്ക്കാൻ തടസ്സം ഈ വ്യാപാരമായിരുന്നു. അകത്ത് സീഡുണ്ടെന്ന്. ഹലോ, അകത്ത് സീഡുണ്ട്. ആരും വിതയ്ക്കണ്ട. പക്ഷെ മുളയ്ക്കാൻ അനുവദിക്കാതെ, നിന്റെ കുടുംബത്തിലൊരു നന്മ മുളയ്ക്കാൻ അനുവദിക്കാതെ, നിന്റെ തലമുറയിൽ ഒരു അനുഗ്രഹം മുളയ്ക്കാൻ അനുവദിക്കാതെ മൂടിക്കിടക്കുന്ന വ്യാപാരങ്ങളെ ഈ ഉപവാസത്തിന്റെ രണ്ടാമത്തെ രാത്രിയിൽ ദൈവം മാറ്റുകയാ. വിശ്വസിക്കുന്നവർ ചേർന്ന് രാത്രി ഏറ്റെടുത്ത് ആരാധിച്ചോ. ഒരു വലിയ ദൈവപ്രവൃത്തി, ഒരു വലിയ ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. ആ ബിസിനസ് തകർന്നതല്ല, തകർത്തതാ. ആ കടഭാരം വരുത്തിയതല്ല, വന്ന് കയറ്റിയതാ. ആ വഴി മുടക്കിയതാ. ആ തലമുറയെ കെട്ടിയതാ. ഇന്ന് രാത്രി നീ കെട്ടപ്പെട്ട തലമുറയുമായിട്ട്
കരഞ്ഞും തൂങ്ങിയിരിക്കല്ലേ. ഈ രാത്രി കൽപ്പിച്ചോണം, ഈ രണ്ടാമത്തെ രാത്രി നിന്റെ രാത്രിയാ. ഇത് നിന്റെ ടൈമാ, സഭയുടെ ടൈമാ. ഇന്ന് രാത്രി നീ കൽപ്പിക്കണം. ഇന്ന് രാത്രി ചിലതിന്റെ എല്ലാം കെട്ടു നീ അഴിക്കാൻ പോകുകയാ. അന്യായ ബന്ധനങ്ങളെ അഴിച്ച്, മുഖത്തിന്റെ അമിക്കയറുകളെ അഴിച്ച്, ദൈവത്തിന്റെ കരുതലിന്റെ കരമോ. ശിഖര ബാബാ ബാബാ ബാബാ. ശിബര ബല 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 ബസ്. ശക്തിയോടെ ശക്തിയോടെ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഓ രക്തം ജയം, രക്തം ജയം, രക്തം ജയം. യെസ് യെസ് യെസ്. ബുദ്ധിയെ കെട്ടിയ, സാമ്പത്തികത്തെ കെട്ടിയ, ജോലിയെ കെട്ടിയ, കമ്പനികളെ കെട്ടിയ ചില ഇരുട്ടിന്റെ ശക്തികൾ ഈ രാത്രി അഴിയുകയോ. ഓ ശിഖര ബല ബല ബല. ചൂടബര ബല മനദര ദര ജഗദര മനദുരാജകരംദര വൈഷമനദര ജനാരകരഗദേ രൗഷേ റിബലേ. ഹല്ലേലൂയ. ഉത്സവം ഉത്സവം ഉത്സവം, സഭയുടെ ഉത്സവം. ആണ്ട് അവസാനിക്കും മുമ്പേ ഇത് സഭയുടെ ഉത്സവ രാത്രിയോ. ശിഖരമനാദരാജകൽക്കമനവൈര ദുഗരമനദരന്തര ജാലകരക്ഷഭ്രമനാദരാജന. ഓ രാ ബാബാ ബാബാ ബാബാ. Yes, yes. Hallelujah. പുറപ്പാട് 5:3 വായിച്ച്. 5:3. പുറപ്പാട് 5:3. പുറപ്പാട് 5:3. അതിന് അവർ, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു. അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗമർപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. എന്തിനാ വിളിച്ചേ? ഒന്ന്, കനാനിപ്പൻ. എല്ലാരും പറഞ്ഞേ, ഏത് കനാൻ? പാലും തേനും ഒഴുകുന്ന കനാൻ. 2, ആരാധിപ്പാൻ. എല്ലാരും പറഞ്ഞേ. 3, ഉത്സവമാചരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. 4, യാഗം കഴിക്കാൻ. എവിടെ? മരുഭൂമിയിൽ. മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ ഞങ്ങളെ വിട്ടയക്കണം. 5 യാഗം കൊടുത്തു. 7 ഉത്സവങ്ങളും 5 യാഗങ്ങളും. പ്രൈസ് ദി ലോർഡ്. 1, ഹോമയാഗം. 2, ഭോജനയാഗം. 3, സമാധാനയാഗം. 4, പാപയാഗം. 5, അകൃത്യയാഗം. 5 യാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആകെ പഠിച്ചു വെച്ചേക്കുന്നത് എന്തുവാ? ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കണം. അതൊരു ഭാഗമാണ്. ആരാധിക്കുന്ന ഒരു ഭാഗമാണ്. വിളിച്ചത് ആരാധിക്കാൻ മാത്രമല്ല, ആരാധിച്ച് നീ കനാനി ചെല്ലണം. ആരാധിച്ചു പോകുന്ന വഴിക്ക് ഉത്സവം ആചരിക്കണം. ഉത്സവം ആചരിക്കുന്നവൻ യാഗം കഴിക്കണം. ആരെയാ ചേർക്കാൻ പറ്റുന്നത്? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ ചേർക്കുവീൻ. ഓ, വിശ്വസിച്ച ദൈവത്തെ സ്തുതിക്കണം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ ചേർക്കുവീൻ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ആ പുതിയ നിയമസഭയുടെ യാഗം ആടും കാളയും കോലാട്ടുകൊട്ടനും പ്രാവും ഒന്നുമല്ല.
യാഗപീഠം നീയാ, യാഗവസ്തു നീയാ, യാഗാർപ്പകനും നീയാ. സ്വതന്ത്രം പറഞ്ഞില്ല. ഇവിടെ യാഗം കഴിക്കാൻ വേറെ ലേവ്യനും പുരോഹിതനും ഒന്നുമില്ല. എല്ലാവരും രാജകീയ പുരോഹിത വർഗമാ. ശുശ്രൂഷയിൽ വെറൈറ്റി ഉണ്ട്. ചിലരെ അപ്പോസ്തലന്മാര്, ചിലരെ പ്രവാചകന്മാര്, ചിലരെ ഉപദേഷ്ടാക്കന്മാര്, ചിലരെ ഇടയന്മാര്. ഹലോ, പക്ഷെ വിളിച്ചേക്കുന്ന മുഴുവൻ പേരും ആരാണ്? രാജകീയ, പറഞ്ഞ എല്ലാരും കൂടെ പുരോഹിത വർഗമാ. ഇവിടുത്തെ യാഗപീഠം നീയാ, യാഗപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന യാഗ വസ്തു നീയാ. നിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗാർപ്പകൻ നീയാ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി നിന്നെ വിളിച്ചത് യാഗം കഴിക്കാൻ. എല്ലാവരും പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നിട്ട് യാഗം കഴിച്ചോ? യാഗം കഴിച്ചോണ്ടിരിക്കുകയാണോ? ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിന്റെ വിളിയുടെ രഹസ്യം നീ അറിയണം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിക്കോണം. എന്തിനാണ് വിളിച്ചത്? എന്തിനാണ് തെരഞ്ഞെടുത്തത്? ഓ ഹല്ലേലൂയ. നമ്മളെക്കാട്ടൊരു പേഴ്സണാലിറ്റി ഉള്ള, നമ്മളെക്കാട്ടി വിവരവും വെള്ളിയാഴ്ചയുള്ള എത്രയോ പേര് വേറെയുണ്ട്. ആർക്കും വേണ്ടാത്ത നമ്മളെ തിരഞ്ഞെടുത്ത്. നിന്റെ എന്തെങ്കിലും യോഗ്യത കണ്ടാണ്? പക്ഷെ അവരെ മാറ്റിയിട്ട് അർഹതയില്ലാത്ത എന്നെ, യോഗ്യതയില്ലാത്ത എന്നെ, ഓ ഹല്ലേലൂയ. ഷൗമേൽ ബ്രിങ്ക്ലിൻ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ചെറുപ്പക്കാരൻ, ആളിൽ കുറിയവനും കാഴ്ചയ്ക്ക് സൗന്ദര്യമില്ലാത്തവനും ഒട്ടും പേഴ്സണാലിറ്റി ഇല്ലാത്തവനുമാണ് ഷൗമേൽ ബ്രിങ്ക്ലിൻ. പക്ഷെ അകത്ത് ആത്മാവിന്റെ വലിയ നിയോഗം, കർത്താവിന്റെ വേല ചെയ്യാൻ. അക്കാലത്തെ ഏറ്റവും ഫേമസ് ആയ സഭ വില്യം ബൂത്ത് ചുമതല വഹിക്കുന്ന സാൽവേഷൻ ആർമിയാണ്. ലോകത്തിൽ അതിശക്തമായി നിൽക്കുന്ന സഭയാണ്. ആയിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ പ്രസ്ഥാനം. അദ്ദേഹം ഒരു ഷൂ പോളിഷ് ചെയ്യുന്ന ആളിന്റെ മകനാണ് ഷൗമേൽ ബ്രിങ്ക്ലിൻ. ഈ പുള്ളിക്ക് ആകെ അറിയാവുന്ന പണി ഷൂ പോളിഷ് ചെയ്യാൻ. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ കർത്താവിന്റെ വേല ചെയ്യണം. ഭയങ്കര ആത്മഭാരം. അദ്ദേഹം ഒരു ദിവസം അപ്പോയിൻമെന്റ് എടുത്താൽ പോലും കാണാൻ കിട്ടാത്ത വലിയ മനുഷ്യനായ വില്യം ബൂത്തിന്റെ അടുക്ക വന്ന് സമയം കണ്ടെത്തി എന്ന് പറഞ്ഞു, അല്ലയോ മഹാനായ വില്യം ബൂത്ത്, ഇനി കർത്താവിന്റെ വേല ചെയ്യണം, എന്തെങ്കിലും ഒരു ശുശ്രൂഷ എനിക്ക് തരണം. ഇവനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് നിനക്ക് തരാൻ ഇവിടെ ഒരു ശുശ്രൂഷയില്ല, പൊക്കോളാൻ പറഞ്ഞു. അവന് ആട്ട് കിട്ടിപ്പോന്ന പോലെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് പിന്നെയും തിരിച്ചു. സ്വോത്രം. വന്ന് പിന്നെയും പറഞ്ഞ് എനിക്കൊരു ശുശ്രൂഷ തരണം. ഇവിടെ ഇല്ലെന്ന് നിന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, പോ ഇനിമേൽ ഇവിടെ കണ്ടേക്കല്ലേ, പൊക്കോളാൻ പറഞ്ഞു. അവൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് പിന്നെയും വന്നപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇവനെ ശല്യം ഒഴിവാക്കാൻ ഞങ്ങളുടെ ദൈവദാസന്മാരുടെ ഷൂ എല്ലാം വെച്ച് ട്രാക്കുണ്ട്, അതിനകത്ത് കയറി ഷൂ പോളിഷ് ചെയ്തോണം, ആഹാരം അവിടെ തരും, വെളിയിലിറങ്ങി വന്നേക്കലെന്ന് പറഞ്ഞു. കാരണം ഇങ്ങനത്തെ ഒരു സ്റ്റാഫ് ഇവിടെ നിറഞ്ഞാൽ ഇവിടെ ഉള്ളവരുടെ പോവും. അതുകൊണ്ട് അവനെ ഷൂ പോളിഷ് ട്രാക്കിനകത്തിരിക്കാൻ അനുവദിച്ചു. പ്രൈസ് ദി ലോർഡ്. അന്ന് ഇന്നത്തെ കൂട്ടുള്ള ഷൂ ഒന്നും അല്ല, ഒറിജിനൽ തോല. ഇപ്പൊ എല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. പ്രൈസ് ദി ലോർഡ്. അന്ന് ഒറിജിനൽ മൃഗത്തിന്റെ തോല് കൊണ്ടുണ്ടാക്കുന്ന ഷൂ ആണ്ട് നല്ല നാറ്റം ആ റൂമിനകത്തുണ്ട്. ആ നാറ്റം സഹിച്ചുകൊണ്ട് 16 വർഷം. എത്ര ദിവസമാണ് വീട്ടിൽ പോയി 16 × 365 അടിച്ചാൽ മതി. ഈ ചെറുപ്പക്കാരനകത്ത് സുവിശേഷ വേല ചെയ്യുക, ആത്മഭാരം കൊണ്ട് വന്ന് വേല ചെയ്യുക 16 വർഷം. ഇവൻ ഈ മുറിയിലുണ്ടെന്ന് ആരും അറിഞ്ഞിട്ടില്ല. അന്നത്തെ വില്യം ബൂത്തിന്റെ കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്ന ഏറ്റവും കുറഞ്ഞത് 50,000 പേരാണ്. 50,000 കസാറായിരുന്നു. ബാക്കി ജനമെല്ലാം ചുറ്റും വന്ന് നിൽക്കുക. വലിയ ചരിത്ര പ്രസിദ്ധമായ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ വിളിച്ചേക്കുന്ന ദേവദാസൻ ഇദ്ദേഹത്തെ അറിയിച്ചു, ഒരു നിലയിലും എനിക്ക് വന്നെത്താൻ കഴിയത്തില്ല, സോറി ഉണ്ട്, ഞാൻ ഈ രാത്രി വരത്തില്ല. ഓ, വില്യം ബൂത്ത് ആകെ ടെൻഷനായി, ആകെ നിരാശനായി. അദ്ദേഹം പല സംവിധാനം നോക്കിയിട്ട് ആരെയും, ഏറ്റവും പ്രധാന രാത്രിയല്ലേ, ഒന്നാമത്തെ രാത്രിയൊക്കെയാണ് ഞാനൊക്കെ മതി. പക്ഷെ സമാപന രാത്രി ആകുമ്പോഴത്തേക്ക് പോരാ.
അതിന് പറ്റിയ ആളിനെ വിളിച്ചിരിക്കുക. ആളില്ല. അദ്ദേഹം പ്രാർത്ഥനാ മുറി കയറി. അന്ന് അങ്ങനെ ആയിരുന്നു. ശുശ്രൂഷയ്ക്ക് ഒരാളിനെ വിളിക്കണം, എവിടെ കയറുമായിരുന്നു? വില്യം ബൂത്ത് പ്രാർത്ഥനാ മുറി കയറി. നെടുമ്പാട് വീണ് നിലത്തോട്ട് മുട്ടുകുത്തി പറഞ്ഞ, കർത്താവ് എന്നെ അപമാനിക്കരുത്, ഇന്ന് രാത്രിയിൽ പ്രസംഗില്ലെങ്കിൽ ഞാൻ ആകെ അപമാനിതനാകും. കർത്താവ് പറഞ്ഞു, പ്രസംഗകൻ നിന്റെ അടുക്കലുണ്ട്, നീ അവനെ വിളിച്ചു പ്രസംഗിക്കാം. വില്യമതിച്ചാര്? നിന്റെ ഷൂ പോളിഷ് ചെയ്ത് 16 വർഷമായി വെളിച്ചം കാണാതെ ആ ട്രാക്കിലിരിക്കുന്നവൻ വില്യം ബൂത്തിന്റെ ഷൂ പോളിഷ് ചെയ്യുന്ന ഷൗമേൽ ബ്രിങ്കിളിനെ വിളിച്ച് പ്രസംഗിക്കാമെന്ന്. പുള്ളിയാരിച്ച് ഇത് ഒരു കാരണവശാലും വെളിപ്പാടുമല്ല, ദൈവശബ്ദമല്ല. കാരണം ഇന്ന് വരെ പ്രാർത്ഥിക്കുന്നത് പോലും ആരും കേട്ടിട്ടില്ല. വില്യം ബൂത്ത് കേട്ടില്ല. അദ്ദേഹം പിന്നെയും പ്രാർത്ഥിച്ചു. ഇനി തെറ്റി പറഞ്ഞതാന്ന് വിചാരിച്ചു. ഉടനെ പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് രാത്രിയിൽ അവന്റെ വഴി തടഞ്ഞത് ഞാനാണ്, ഇവനെ കേറ്റാൻ. ഒരു ദൂത് കുറിച്ചോണം, ചിലരുടെ വഴി അടച്ച് നിന്റെ വഴി തുറക്കും. ചിലരുടെ വഴി അടച്ച് നിന്റെ വഴി തുറക്കും. ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവൂ. ഇന്ന് രാത്രി ദൈവം മാനിക്കാൻ ഇച്ഛിക്കുന്നവന് വേണ്ടി ചിലരുടെ വഴികൾ അടച്ച് ദൈവം വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നവര് മാത്രം കരമൊന്നടിച്ച് രക്തത്താല് ജയം 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 ജയം. നെഞ്ചത്തോട്ട് കൈവച്ച് പറഞ്ഞേ, എനിക്കൊരു വഴി തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത, ഞാൻ നിരൂപിച്ചിട്ടില്ലാത്ത എന്റെ ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു വഴി എനിക്കായി തുറക്കാൻ പോകുന്നു. അത് ഞാൻ ഈ രാത്രി വിശ്വസിക്കുന്നുള്ളവര് ഹല്ലേലൂയ ദൈവത്തെ ഒന്ന് കരമടിച്ച് ആരാധിച്ചേ. ഒരസാധാരണമായ രക്തം ജയം 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 ജയം. ശ്രദ്ധിച്ചേ, ഇദ്ദേഹം ചെന്നിട്ട് ആദ്യമായിട്ട് 16 വർഷങ്ങൾക്ക് ശേഷം ഇവനെ കാണാൻ പോവാ. കഥ തുറന്നു. ഇപ്പം ദേഹം മുഴുവൻ ഈ പോലീസിന്റെ എല്ലാം പെരണ്ട്, വളരെ വൃത്തികെട്ട നിലയിൽ വസ്ത്രം ധരിച്ച് മുഴങ്കാലിലിരിക്കുന്ന ഷൗമേൽ ബ്രിങ്കിളിനെ കണ്ടു. അദ്ദേഹത്തിന്റെ പരിപാടി രാവിലെ പോളിഷ് കഴിഞ്ഞാൽ മുട്ടേ കിടന്ന്, ദൈവമേ ഈ ഷൂവിന്റെ അഴുക്ക് കളഞ്ഞ് ഇത് ഈ പോളിഷ് ചെയ്ത് മിനിക്ക് പോലെ എൻ്റെ പാപമംഗലമായ ജീവിതത്തെ നീ ഒന്ന് പോളിഷ് ചെയ്യണേ, നീ ഒന്ന് മിനുക്കിയെടുക്കണേ. എല്ലാവരും എന്നോട് ഉണ്ടോ? 16 വർഷം പ്രാർത്ഥിച്ചു. വില്യം ബൂത്ത് ചെന്ന് വിളിച്ചു, ഷൗമേൽ ബ്രിങ്കിളിൽ, അതേ അടിയൻ, ഈ രാത്രി യോഗത്തിൽ നീ പ്രസംഗിക്കണമെന്ന് പറയുമ്പോൾ പുള്ളി തലകറങ്ങി വീഴുമെന്ന് ആര് വിചാരിച്ചേ? വില്യം ബൂത്ത് വിചാരിച്ചു. നീ ഇന്ന് രാത്രി ദൈവവചനം പ്രസംഗിക്കണമെന്ന് എന്നോട് കർത്താവ് പറഞ്ഞു. ഓക്കെ, ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. വില്യം ബൂത്ത് ഞെട്ടിപ്പോയി. പുള്ളിയാഴ്ച ഇത് കേൾക്കുമ്പോഴത്തേന് പുള്ളിക്കാരൻ ബോധക്ഷയം ഉണ്ടായി വീഴുമെന്ന. സ്തോത്രം. ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. നീ പ്രസംഗിക്കുമോ? ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല, പക്ഷെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമെന്ന് എന്നോട് ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു. അവരല്ലേ പറഞ്ഞേ? വില്യം ബൂത്തിനോട് സംസാരിക്കുന്നതിന് മുമ്പേ തമ്പുരാൻ ഷൗമേലിനോട് സംസാരിച്ചു. ഹല്ലേലൂയ. അദ്ദേഹം പെട്ടെന്ന് കുളിച്ച് റെഡിയാകാൻ പറഞ്ഞു. അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സൂട്ടോ ഒരു കോട്ടോ ഒക്കെ, അദ്ദേഹം നല്ല വലിയ മനുഷ്യനാണ്, ഈ പുള്ളി കൊച്ചു മനുഷ്യനാണ്. പക്ഷേ ഉള്ള കൂട്ട് പണ്ട് ശൗൽ ദാവീദിനെ ഇടിയിപ്പിച്ച പോലൊക്കെ ഇടിയിപ്പിച്ച് പുള്ളിയെ സ്റ്റേജെ കൊണ്ട് നിർത്തി. സ്തോത്രം. വലിയ ജനക്കൂട്ടം. അദ്ദേഹം സ്റ്റേജിൽ കയറി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 3 മിനിറ്റ് നിൽക്കുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞു നോക്കുമ്പോൾ ഒറ്റ മനുഷ്യനും കസാറയിലില്ല. ആകെ തകർന്നു. എൻ്റെ കന്നി പ്രസംഗത്തിൽ പ്രസംഗം തുടങ്ങും മുമ്പേ പ്രാർത്ഥിച്ചപ്പോളേ മുഴുവൻ പേരും പോയല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഈ തേനീച്ചക്കൂട് ഇരയ്ക്കുന്ന ഒരു ഇരപ്പ് കേൾക്കാം. ആളുകളെ കാണുന്നില്ല. അദ്ദേഹം നോക്കിയപ്പോൾ 50,000 പേരും കസാറയ്ക്ക് താഴെ മൈതാനത്ത് മുട്ടുകുത്തിയേക്കുക. നിങ്ങൾ മിണ്ടുന്നില്ല. 3 മിനിറ്റ് പ്രാർത്ഥനയിൽ വെളിപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി.
ഓ ഹല്ലേലൂയ. 50,000 പേരെ നിലത്ത് മുട്ടുകുത്തിച്ചു. അവർക്ക് വലിയ പ്രസംഗിക്കാതെ പാപബോധം ഉണ്ടായി. നമ്മൾ 25 വർഷം പ്രസംഗം കേട്ട് പാപബോധം ഉണ്ടാകുന്നില്ല. 3 മിനിറ്റ് പ്രാർത്ഥനയിൽ ജനത്തിന് പാപബോധം ഉണ്ടായി. 16 വർഷത്തെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയാ. ഓ ഹല്ലേലൂയ. അപമാനിതനായി നിന്ദിതനായി ഷൂ പോളിഷ് ചെയ്യുന്നിടത്ത് 16 വർഷം മുട്ടേ കിടന്നവൻ സ്റ്റേജിൽ കയറി 3 മിനിറ്റ് പ്രാർത്ഥനയിൽ 50,000 പേർക്ക് പാപബോധമുണ്ടായി. അവർ നിലത്തോട്ട് വീണ് നെടുമ്പാട് കരഞ്ഞു. ചില വർഷങ്ങൾ കഴിഞ്ഞ് വില്യം ബൂത്ത് മരിച്ചപ്പോൾ ആരെയാണ് ഈ സ്ഥാനത്ത് കസാറ ഇരുത്താനെന്ന് രണ്ടാമതാരും ആലോചിച്ചില്ല. അവർ ഒന്നിച്ച് ഷൗമേൽ ബ്രിങ്കിളിനെ വില്യം ബൂത്തിരുന്ന കസാറയിൽ കയറ്റിയിരുത്തി ദീർഘവർഷങ്ങൾ ആ പ്രസ്ഥാനത്തെ ആ മനുഷ്യൻ നയിച്ചെങ്കിൽ ഇന്ന് രാത്രി നീ പറ എന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രമേ പറയാവൂ. എന്റെ ചരിത്രം മാറാൻ പോകുകയാ. എന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറാൻ പോകുകയാ. എന്റെ സഭയുടെ ചരിത്രം മാറാൻ പോകുകയാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവര് മാത്രം. ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ ചരിത്രം മാറാൻ പോകുകയാ. ഓ, നിന്റെ മിനിസ്ട്രിയുടെ, നിന്റെ ശുശ്രൂഷയുടെ ചരിത്രം. എന്തിനാ വിളിച്ചേ? ഒന്ന് പറയാമോ? കനാനിപ്പാൻ, ആരാധിപ്പാൻ, ഉത്സവം ആചരിപ്പാൻ, യാഗം കഴിപ്പാൻ. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയം പോകുന്നല്ലോ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-23, 4-22-23. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദിജാതൻ തന്നെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. എന്തിനാ വിട്ടയക്കാൻ പറഞ്ഞ് എല്ലാരും കൂടെ? എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ. സഭയെ വിളിച്ചേക്കുന്ന എന്തിനാന്ന് മനസ്സിലായോ? ഉപദേശി വാടകയ്ക്ക് ബിൽഡിംഗ് എടുക്കും, ഉപദേശി കസാറയിടും, ഉപദേശിയുടെ ഭാര്യ മേശയിടും, പിന്നെ ഉപദേശിയുടെ പിള്ളേർ വെള്ളം കൊണ്ട് തരും, ഞങ്ങൾ വന്നിരുന്ന് ആരാധിച്ചേച്ച് പോകും എന്ന് പറഞ്ഞല്ല വിളിച്ചേ. നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. കമ്മിറ്റി കസാറയിടും, ഞങ്ങൾ വന്നിരിക്കും പോകും, അതിനല്ല വിളിച്ചേ. ഇസ്രായേൽ എന്റെ പുത്രൻ, അങ്ങനല്ലേ പറഞ്ഞേക്കുന്നേ? ഇസ്രായേൽ എന്റെ പുത്രൻ, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്ക. നമ്മുടെ ധാരണ ആരാധിക്കാൻ വിളിച്ചാന്ന്. ഇന്ന് രാത്രി നിങ്ങളുടെ ആ ചിന്താഗതിക്ക് ഒരു ചെറിയ മാറ്റം വരുന്നുണ്ടോ? എന്നെ വിളിച്ചത് ശുശ്രൂഷിക്കാനാന്ന് പറഞ്ഞേ. അത് ചിലപ്പം ദൈവദാസൻ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. അത് ചിലപ്പം വന്ന വരവിന് പാസ് പറയാതെ ബാത്റൂം വൃത്തിയാക്കിയിടുന്നതായിരിക്കും. മതി. അല്ലെ വോക്കോങ്കിൻ്റെ അവിടെ എടുത്തോണ്ട് മൊത്തം ഒന്ന് വാക്കോൺ ചെയ്തു, അതിനായിരിക്കും. ആരും കണ്ടില്ല, പാസും കണ്ടില്ല, കമ്മിറ്റിയും കണ്ടില്ല, പക്ഷെ വരുമ്പോൾ ക്ലീനായി കിടക്കുക. നീയും ദൈവവും അറിഞ്ഞാൽ മതി. നിനക്കൊരു പാട്ടുണ്ട്. നിങ്ങളുടെ മുഖത്തന്നെ ഒരു ഗൗരവം. നിങ്ങൾ പിണങ്ങിയാലും ഞാൻ നാളെ രാത്രി പോവും. പറഞ്ഞ എന്നെ വിളിച്ചത് ദൈവത്തെ ശുശ്രൂഷിക്കാനാണ്. കൈ ഉയർത്തിപ്പിടിച്ചത് പറഞ്ഞു. നല്ലല്ലേ പറഞ്ഞേ? വേദപുസ്തകം വായിച്ചു തരുന്നത് ഒരു ശുശ്രൂഷയാണ്. ഭാവി പാസ്റ്ററായിക്കോളും. എനിക്ക് അസിസ്റ്റന്റ് ചെയ്തവരൊക്കെ ഇപ്പം വലിയ പാസ്റ്റർമാരാ. എനിക്ക് ഏറ്റു പറഞ്ഞ് ഇംഗ്ലീഷിൽ പറഞ്ഞവര്, ഹിന്ദി പറഞ്ഞവരൊക്കെ പാസ്റ്റർമാരാണ്. നല്ലല്ലേ പറഞ്ഞേ? എന്റെ ഭായി എടുത്തുകൊണ്ട് അങ്ങോട്ട് വണ്ടിയെന്ന് വെച്ചോനൊക്കെ ഇപ്പൊ ഉപദേശിമാരാ. അവരല്ലേ പറഞ്ഞേ? എടാ, ഇതെല്ലാം ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇന്ന് രാത്രി നീ ഒന്നിനും മാറിക്കൊടുക്കരുത്. ഏൽപ്പിച്ചാൽ ചെയ്യാൻ നീ തയ്യാറാകുമെങ്കിൽ നിന്നെ ഉപയോഗിക്കാൻ ഇന്ന് രാത്രി എന്റെ ദൈവം മതിയായവനാ. ഹല്ലേലൂയ. സമയമായോ? ആയി. നിർത്തുക. നിങ്ങൾ മടുത്തെന്ന് എനിക്ക് കണ്ടോ മനസ്സിലായി.
ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. 12 ഗോത്രത്തെ വിളിച്ച് എന്തിനാ? ശുശ്രൂഷിക്കാൻ. പക്ഷേ ശുശ്രൂഷയുടെ സമയം വന്നപ്പോൾ 11 ഗോത്രവും കാലുമാറി. യഹൂദ അങ്ങോട്ട് പോയി, രൂബേൻ ഇങ്ങോട്ട് പോയി, ഗാദ് അങ്ങോട്ട് പോയി, നഫ്താലി ഇങ്ങോട്ട് പോയി, ദാൻ അതിലൂടെ പോയി. എല്ലാവരും പോയപ്പോൾ അപ്പനൊരു നോട്ടീസ് ഇറക്കിയായിരുന്നു, ഇവന്മാരുടെ യോഗത്തിന് ആരും പോകല്ല. അപ്പൻ്റെ നോട്ടീസാണ്, ഇവന്മാരുടെ യോഗത്തിന് ആരും പോകരുത്, അവരുടെ മന്ത്രണത്തിന് ആരും കൂടരുത്, ഞാൻ അവനെ ശപിച്ചേക്കുമെന്ന് പറഞ്ഞ് മാറ്റി ഒരുത്തരുണ്ടായിരുന്നു. ഈ 11 കൂടെ അങ്ങോട്ട് മാറിയപ്പോൾ അവനിങ്ങോട്ട് കയറി. 12 ശുശ്രൂഷയ്ക്ക് വിളിച്ചതാ, പക്ഷെ 11 പേര് അവസരം വന്നപ്പോൾ മാറിയപ്പോൾ ഇവനിങ്ങോട്ട് കയറിയോനെ ശുശ്രൂഷ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി പലരും ഒഴിഞ്ഞു മാറിയ നീ കേറിക്കോണം. നീ കേറിയ ശുശ്രൂഷ ദൈവം നിന്നെ ഏൽപ്പിക്കും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ തമ്പുരാനോട് മോശ ചോദിച്ചു, ഈ ലേവിക്ക് നമ്മള് വീതമൊന്നും കൊടുത്തില്ല. അപ്പം പ്രാഗിതല്ലേ? പ്രാഗി അത് ഞാൻ അഴിച്ചു. ശുശ്രൂഷയ്ക്ക് കയറിയപ്പോൾ അത് ഞാൻ അഴിച്ചു. ഏതപ്പം പ്രാഗിയാലും തമ്പുരായിരിക്കും. ഒരു ശാപവും നിനക്കേക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടെ നടക്കത്തില്ല. അപ്പൻ ശപിച്ചതായാലും ഇന്ന് രാത്രി നീ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട സ്വർഗം അഴിക്കും. അപ്പൊ ചോദിച്ചു, അവരെവിടെ താമസിക്കും? അത് എന്റെ പെട്ടകം ഇരിക്കുന്ന ആലയത്തിന് ചുറ്റും താമസിക്കും. അവരല്ലേ പറഞ്ഞു, എന്റെ വാതിൽ കാവൽക്കാരനായിട്ട് അവൻ താമസിക്കും. അപ്പൊ ചോദിച്ചാട്ട്, ഈ പ്രമാണമൊക്കെ എഴുതുന്നത് ആരുടെ പേരിലാണ് ഒന്ന് വെക്കുന്നത്? നമുക്ക് യഹൂദ എന്നോ വേണ്ട, ലേവി അപ്പോസ്തലൻ എഴുതിയാൽ മതി. അവന്റെ എല്ലാം പേര് ഞാൻ വെട്ടിയെന്ന് ഇനി എഴുതുവാണെങ്കിൽ ആരുടെ പേര് എഴുതിയാൽ മതി? അപ്പൻ ശപിച്ചവന്റെ പേര് ലേവി പുസ്തകം അല്ലേ പറഞ്ഞില്ല. അപ്പൊ ചോദിച്ചു, ഈ 12 ഗോത്രങ്ങളുടെ പേരെഴുതുന്ന മാർപ്പതൊക്കെ അത് അവന്റെ നെഞ്ചത്ത് നോക്കിയാൽ മതി. 12 ഗോത്രങ്ങളുടെ പേരെഴുതിയ മാർപ്പതൊക്കെ അവന്റെ നെഞ്ചത്ത് നോക്കിയാൽ മതി. അപ്പൊ ഈ കൃപയുടെ പെട്ടകമാര് അത് അവന്റെ തോളത്ത് വെച്ചാൽ മതി. അപ്പൊ അവന്റെ ഉപജീവന മാർഗം എങ്ങനെ? അത് ഞാൻ പറയാം. യഹൂദ 10 വാഴ വെക്കണം, 9 കൊല എടുക്കണം, 1 കൊല ഇവന് കൊടുക്കണം. രൂപേൽ 10 ആടിനെ വളർത്തണം, 1 ആടിനെ ഇവന് കൊടുക്കണം. മൊത്തത്തിൽ വരുമ്പോ 12 കൊതനെല്ലാം 9, ഇവന് 12. പണി ചെയ്യുന്നു, വിശർപ്പ് അനുഭവിച്ചവന് 9, ചുമ്മാതെ ധൂപക്കുറ്റി കാണിച്ചവന് 12. നീ കണ്ണുകടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. ഇന്ന് രാത്രി നിന്നെ വിളിച്ചെന്തിനാ പറഞ്ഞേ? ശുശ്രൂഷ ചെയ്യാൻ. ഇന്ന് രാത്രി പറ, എന്നെ വിളിച്ചത് കനാനിൽ പോകാനാണ്, എന്നെ വിളിച്ചത് ആരാധിക്കാനാണ്, എന്നെ വിളിച്ചത് ഉത്സവം ആചരിക്കാനാണ്, എന്നെ വിളിച്ചത് യാഗം കഴിക്കാനാണ്, എന്നെ വിളിച്ചത് എന്റെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനാ. ഏറ്റെടുക്കുന്നവരെ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച്, നിനക്കൊരു വലിയ ദൗത്യമുണ്ട്. ആ മോശയുടെ പ്രാർത്ഥന, നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. ഈ രാത്രി ഒന്ന് പ്രാർത്ഥിച്ചെഴുന്നേറ്റേ. കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രിയിൽ എന്റെ ദൈവത്തിന്റെ വഴി എന്നെ അറിയിക്കണം. കൊതിക്കുന്നവരെ 2 കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. മറ്റൊന്നിനു വേണ്ടിയല്ല, വഴി അറിയാൻ. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണം, എവിടെ വെക്കണമെന്നറിയാതെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരെ പോലെ മനസ്സ് തകർന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി ദൈവം നിന്റെ വഴി നിന്നെ പഠിപ്പിക്കാൻ പോവുകയാ. ഒന്ന് പ്രാർത്ഥിച്ചോ. നിന്റെ തലമുറയുടെ വിഷയത്തിൽ വഴി വെളിപ്പെടാൻ പോവുകയാ. നിന്റെ കുടുംബത്തിന്റെ ബന്ധത്തിൽ വഴി വെളിപ്പെടാൻ പോവുകയാ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴി, ഇതുവരെ പോയിട്ടില്ലാത്ത വഴി, ഇതുവരെ നടന്നിട്ടില്ലാത്ത വഴി ദൈവം നിനക്കായി തുറക്കുകയാ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നിങ്ങളെ മുഴുവൻ പേരെയും മുൻപോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ഇന്ന് രാത്രി ആഗ്രഹമുണ്ടെങ്കിലും സമയം പോയതുകൊണ്ട് ഞാൻ അതിന് ശ്രമിക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ നാളെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നേരത്തെ വരിക, നേരത്തെ നമുക്ക് ശുശ്രൂഷിക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ,
നിന്റെ ഭക്തന്മാർ ഏത് ആഗ്രഹത്തോടെ ഈ ആണ്ടിന്റെ അവസാനത്തിൽ പ്രാർത്ഥന ക്രമീകരിച്ചോ, അതിന്റെ ലക്ഷ്യപ്രാപ്തി ദൈവം തന്നെ ജനത്തിന് വേണ്ടി വെളിപ്പെടുത്തുന്നവർ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആത്മീക തലങ്ങളിൽ, അവരുടെ സാമ്പത്തിക മണ്ഡലങ്ങളിൽ, അവരുടെ ഔദ്യോഗിക തലങ്ങളിൽ, അവരുടെ കുടുംബ മണ്ഡലങ്ങളിൽ, അവരുടെ തലമുറകളിൽ ഒരു വഴി വെളിപ്പെട്ടു വരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. രോഗങ്ങളുടെ കെട്ടഴിയട്ടെ, ശാപങ്ങളുടെ കെട്ടഴിയട്ടെ, അന്ധകാര പോരുകൾ അഴിയട്ടെ, ആഭിചാര കെട്ടുകൾ അഴിയട്ടെ. ഓ ഹല്ലേലൂയ! മഹത്വം ഇവരിൽ ഇറങ്ങട്ടെ, ദൈവ മഹത്വം ഈ സഭയിൽ ഇറങ്ങട്ടെ. യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.